السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصفاكم به لعلكم تتقون. ബഹുമാന്യരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രോതാക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ മാസത്തിലെ വരുന്ന 10-11 തീയതികളായി മലപ്പുറത്ത് വെച്ച് നടത്തപ്പെടുന്ന കേരള യൂത്ത് കോൺഫറൻസ് യുവജന സമ്മേളനം യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന തലക്കെട്ടിൽ പ്രസ്തുത സമ്മേളനം നടക്കുമ്പോൾ അതിലേക്ക് ഈ പ്രദേശത്തെ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള മുഴുവൻ യുവതി യുവാക്കളെയും നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയും പ്രസ്തുത സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി
ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം തസ്ഫിയ എന്ന പേരിൽ തൗഹീദിന്റെ പ്രകാശം, ഹിദായത്തിന്റെ വെളിച്ചം, അല്ലാഹുവിന്റെ മാർഗം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഓരോ നാടുകളിലും അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ തൗഹീദി പ്രബോധനങ്ങൾ ഇതുപോലുള്ള പരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തസ്ഫിയ പ്രോഗ്രാമും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അറിയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഓതി വച്ച വചനം സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള സത്യവിശ്വാസികളുടെ മാർഗത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നേരിന്റെ മാർഗം, സ്വർഗപാത ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുവിൻ. വലാ തത്തബിഉസ് സുബുല, അതിൽ നിന്ന് വ്യതിചലിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം തെറ്റായ വഴികളുണ്ട്. അതിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, അവയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറക ബികും അൻ സബീലി, അല്ലാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റി മറ്റുള്ള മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ ആ റബ്ബിന്റെ മാർഗത്തെ തൊട്ട് നിങ്ങളെ അത് തെറ്റിച്ച് കളയുന്നതാണ്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മുത്തഖീങ്ങളാവാൻ, ഭയഭക്തന്മാരാവാൻ അവൻ വസിയ്യത്തായി ഉപദേശമായി കൊണ്ട് അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ദീനിന്റെ എല്ലാ വശങ്ങളും ഈ ആയത്തിൽ അല്ലാഹു പരാമർശിക്കുകയാണ്. ഈ ആയത്തിലൂടെ സംസാരിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അടിമകളായ മനുഷ്യർക്ക് ഖൈറിന്റെ മാർഗമേതാണെന്ന് അറിയുന്നവൻ അവനാണല്ലോ. ആ റബ്ബ് ഖൈറായ മാർഗത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് ഒരു മാർഗം മാത്രമാണ്. ആ മാർഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്നു. സ്വഹാബത്തുമൊത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരയിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടുമായി ധാരാളം വരകൾ വരച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ആദ്യം വരച്ച ഈ ശരിയായ റൂട്ടുണ്ടല്ലോ, വരയുണ്ടല്ലോ, അതാണ് വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. അത് വരച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിക്കുകയാണ്. ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹു പറഞ്ഞ ആ നേരിന്റെ മാർഗം, സ്വർഗത്തിലേക്കുള്ള റൂട്ട് ഈ ആദ്യം വരച്ച നേരായ പാതയാണ്. പിന്നീട് ഞാൻ വലത്തോട്ടും ഇടത്തോട്ടുമായി ധാരാളം വരകൾ വരച്ചല്ലോ, അത് നിങ്ങൾ പോകാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞ വലാ തത്തബിഉസ് സുബുല ഫതഫറക ബികും അൻ സബീലി. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന പിഴച്ച മാർഗങ്ങളാണ്, അതിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് അല്ലാഹു വിരോധിച്ച മാർഗങ്ങളാണ്. അതുകൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അല്ലാഹു മതമായി, അല്ലാഹു ശറഅായി നമുക്ക് വിധിച്ചു തന്ന കാര്യമാണ്. അത് അംഗീകരിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം അല്ലാഹു തരികയാണ്.
ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. ഏത് വിശ്വാസകാര്യമാവട്ടെ, ഏത് കർമ്മങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആ വിഷയത്തിൽ പ്രമാണമായി സ്വീകരിക്കാനുള്ളത്, നിയമമായി എടുക്കാനുള്ളത് അല്ലാഹുവിന്റെ കിതാബും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഗ്രന്ഥം നിങ്ങളെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് എത്തിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയിൽ സിറാത്തുൽ മുസ്തഖീമിൽ, സ്വർഗ്ഗത്തിലേക്കുള്ള പാതയിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ ഖുർആനിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥം നമ്മളെ ഏറ്റവും ചൊവ്വായ, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാലകളോ മൗലിദുകളോ മറ്റേതെങ്കിലും ഏടുകളോ കിതാബുകളോ അല്ല, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ് നേരിന്റെ പാതയിൽ നമ്മൾ പഠിച്ച് ഉൾക്കൊണ്ട് പിൻപറ്റേണ്ടത്. അതാണ് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് അല്ലാഹു എത്തിക്കുന്നത്. ആ ഇസ്ലാമിൽ, പരിശുദ്ധ ദീനിൽ ഒന്നാമത്തെ പ്രമാണമായി അല്ലാഹു പറയുന്ന ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അറിയാനും അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ആ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന, അതിനെ വിശദീകരിച്ചു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലിന് ബാധ്യതയില്ല, വ്യക്തമായി അത് എത്തിച്ചു കൊടുക്കലല്ലാതെ. ആ ഖുർആനിനെ കൃത്യമായി എത്തിച്ചു തന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ വിശ്വാസം എങ്ങനെയാണ്, കർമ്മങ്ങൾ എങ്ങനെയാണ്, അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ്, വിരോധങ്ങൾ എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് കൽപ്പനകൾ ഉള്ളത്, അത് കൃത്യമായി സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതാണ് സുന്നത്ത്. അതാണ് പ്രിയപ്പെട്ടവരെ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് രണ്ടാമതായി ഉള്ളത്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് ധാരാളം നമുക്ക് സംസാരിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാനുള്ള സമയത്തെ ഞാൻ എടുക്കുന്നില്ല. ആമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ഖുർആനും ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസുകളും സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ അനിവാര്യമാണെങ്കിൽ അത് തോന്നിയതുപോലെ മനസ്സിലാക്കാനോ, തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനോ, തോന്നിയതുപോലെ വിശ്വസിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് പാടില്ല. ആ ഖുർആനിനെ, ആ ഹദീസിനെ മനസ്സിലാക്കിയത് സ്വഹാബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച ആ സ്വഹാബത്ത് എങ്ങനെയാണോ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ മനസ്സിലാക്കിയത്, ആ വചനങ്ങളിലുള്ള തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, ആ വചനങ്ങളിലുള്ള ശിർക്ക് എന്താണ്, അതുപോലെ തന്നെ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യൽ എങ്ങനെയാണ്, ആ പ്രവാചകന്റെ എതിരായ ബിദ്അത്തിന്റെ റൂട്ട് എന്താണ്, അതുപോലെ തന്നെ ആ ഖുർആനിൽ നിന്ന് ദുൽമുകളായി പറയപ്പെടുന്നത് അക്രമങ്ങൾ, തിന്മകൾ ഏതാണ്, അതുപോലെ തന്നെ അല്ലാഹുവിനുള്ള അനുസരണങ്ങൾ ഏതാണ്, നന്മകൾ ഏതാണ്, പുണ്യങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയത്തെ കുറിച്ച് സ്വഹാബത്തല്ലേ മനസ്സിലാക്കിയത്. ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, അവർ വിശ്വസിച്ചതുപോലെ, അവർ ജീവിതത്തിൽ കൊണ്ടുവന്നതുപോലെ ഖുർആനിനെയും സുന്നത്തിനെയും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഈ ആയത്തിൽ അത് പ്രത്യേകം അല്ലാഹു പറയുകയാണ്, ആരാണോ സന്മാർഗം ഇതാണെന്ന് വ്യക്തമായതിനു ശേഷം, ഹഖ് ഇതാണെന്ന് വ്യക്തമായതിനു ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകുന്നത്, മുഹമ്മദ് നബിക്ക് മാത്രമല്ല, മുഅ്മിനീങ്ങളുടെ പാതയ്ക്ക് എതിരായി കൊണ്ട് ആര് സഞ്ചരിക്കുന്നുവോ, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ മാർഗമല്ലേ ആ മുഅ്മിനീങ്ങളുടെ മാർഗം, ആ മാർഗത്തിന് എതിരായി കൊണ്ട് ആരാണോ മറ്റു റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. അങ്ങനെയുള്ളവരെ
അവരെ നാം തിരിഞ്ഞേടത്തേക്ക് തിരിച്ചുവിടും. പിന്നെ അവർക്ക് ഹിദായത്ത് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. പിന്നീട് നേരിലേക്ക് വരാൻ അവർക്ക് തൗഫീഖ് ലഭിക്കുകയില്ല. വനുസ്ലിഹി ജഹന്നം, അവരെ നരകത്തിലേക്ക് നാം പറഞ്ഞേക്കുകയും ചെയ്യും. ആ നരകത്തിലിട്ട് അവരെ ശിക്ഷിക്കും. അവർക്ക് യാതനകളായിരിക്കും. വസാഅത് മസീറാ, ആ നരകം എന്ന് പറയുന്ന സങ്കേതം, മടക്കസ്ഥാനം എത്ര മോശമായ മടക്കമാണ്. ഈ ആയത്തുകൾ മൊത്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കണം, ഹദീസുകളെ സ്വീകരിക്കണം, സ്വഹാബത്തിന്റെ പാതയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയൂ, അപ്പോഴേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാക്കളായ മുഫസ്സിറുകൾ പറയുകയാണ്, നുവല്ലിഹി മാ തവല്ലാ, അവരെ തിരിഞ്ഞേടത്തേക്ക് നാം തിരിച്ചുവിടുമെന്ന് പറഞ്ഞത് ഖാല ഇബ്നു കസീർ, മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഐ നുസയ്യിനു ലഹു ത്വരീഖതഹു വനുഹസ്സിനുഹാ ഇസ്തിദ്റാജൻ മിനല്ലാഹി തആലാ. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നല്ലതായി തോന്നിപ്പിക്കും. എന്നിട്ട് അവർ ആ തിന്മയിൽ അങ്ങനെ, ആ പിഴവിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുക. സത്യത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയില്ല. ആർക്ക്? സത്യം ബോധ്യപ്പെട്ടിട്ടും ആ മാർഗം സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയുള്ള മനസ്സിലാക്കലും ഇത്തിബാ ചെയ്യലും അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് വിശുദ്ധ ഖുർആൻ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞത്, ഫഇൻ ആമിനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ്. അവർക്ക് മുമ്പുള്ള ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ച് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ചതുപോലെ, അവർ അംഗീകരിച്ചതുപോലെ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ സ്വഹാബത്തിന്റെ റൂട്ടിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ കുറിച്ച്, മുവഹിദുകളെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളെ കുറിച്ച് പറയുകയാണ്, അവരെ പോലെ ഇവരും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു, ഫഖദ് ഇഹ്തദൗ, അപ്പോൾ അവർ സന്മാർഗത്തിലാവുകയായിരുന്നു. ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലോ അവരുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അത് പിഴവിന്റെ മാർഗമാണെന്ന് ഖുർആൻ വിശദീകരിക്കുമ്പോ സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെ, അല്ലാഹുവിലുള്ള തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തെ പ്രത്യേകം മനുഷ്യന്മാര് മനസ്സിലാക്കി ജീവിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത്. സിറാത്തുൽ മുസ്തഖീമിലെ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക എന്നതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയണം, പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കണം. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഇത് സമൂഹത്തെ പഠിപ്പിക്കാനാണ് വന്നത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ആ ഉമ്മത്തിലേക്ക് പ്രവാചകന്മാരെ നാം നിയോഗിക്കാതെ. ആ പ്രവാചകന്മാർ എന്താണ് സമൂഹത്തോട് പറഞ്ഞത്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. വജ്തനിബുത് ത്വാഗൂത്ത്, ദുർമൂർത്തികളെ മുഴുവൻ വെടിയണേ. അല്ലാഹുക്ക് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ത്വാഗൂത്തുകളാണ്, ദുർമൂർത്തികളാണ്. അതുകൊണ്ട് അവയെ വെടിയണേ എന്ന് പറയാനല്ലാതെ ലോകത്തിലേക്ക് പ്രവാചകന്മാര് കടന്നു വന്നിട്ടില്ല. എല്ലാ ഉമ്മത്തിനോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്ന് പഠിപ്പിക്കാൻ പ്രവാചകന്മാര് വന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ ദുർമൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനുള്ള ആരാധനകളെ മുഴുവൻ വെടിഞ്ഞുകൊണ്ട് ഏക ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ മഹാത്മാക്കളായ വിശുദ്ധ ഖുർആൻ പറയുന്നു. അമ്പിയാക്കളെ അല്ലാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ എന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹോദരന്മാരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ?
ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ വിശദീകരണത്തിൽ കൂടുതലായി നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ആ തൗഹീദ് എന്ന് സത്യവിശ്വാസികളോട് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം സൂറത്തു മറിയമിൽ ഒരു ചെറിയ വചനം, ആ വചനത്തിൽ അല്ലാഹു തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു അറിയിക്കുകയാണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. ആകാശങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്, ഭൂമിയുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്. ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിലുള്ള എന്തൊക്കെയുണ്ടോ സർവ്വതിന്റെയും റബ്ബ് അല്ലാഹു മാത്രമാണ്. റബ്ബെന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ അവൻ മാത്രം, അധികാരമുള്ളവൻ അവൻ മാത്രം, നിയന്ത്രിക്കുന്നവൻ അവൻ മാത്രം. ഹൽക്കിലും മുൽക്കിലും തദ്ബീറിലും ഏകനായ റബ്ബ് അത് അല്ലാഹു മാത്രമാണ്. ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ 7 ആകാശങ്ങളാണ്. ആ ആകാശത്തിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്, അർശുണ്ട്, കുർസിയുണ്ട്, കലമുണ്ട്, ലൗഹുൽ മഹ്ഫൂദുണ്ട്, ബൈത്തുൽ മഅമൂറുണ്ട്. സഹോദരന്മാരെ, ഇതിനെല്ലാം സൃഷ്ടിച്ച് അതിനെല്ലാം അധികാരം നടത്തി അതിന്റെ എല്ലാം നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹു മാത്രം. അതിൽ വേറെ ഒരു സർക്കാവില്ല, വേറെ ഒരു അധികാരിയില്ല, വേറെ ഒരു നിയന്താവില്ല. അത് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ. ആ ആരാധനയുടെ വിഷയത്തിൽ നല്ല ക്ഷമ നിങ്ങൾ അവലംബിക്കുകയും ചെയ്യുവിൻ. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് എന്നത് ഇവിടെയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇബാദത്തിൽപ്പെട്ട എന്തെല്ലാം ഉണ്ടോ ആ ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയണം. പ്രാർത്ഥന ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്, സത്യം ചെയ്യൽ ഇബാദത്താണ്, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം ഇബാദത്താണ്. അത് മുഴുവൻ അല്ലാഹ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ കാര്യത്തിൽ നന്നായി ക്ഷമ അവലംബിച്ച് നിൽക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് അറിയാൻ, ഇത് മനസ്സിലാക്കാൻ, ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ രക്ഷപ്പെടും. സിറാത്തുൽ മുസ്തഖീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇത് ശരിയാവാതെ വേറെ എന്ത് ശരിയായിട്ടും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെയുള്ള വഅദ് പരിപാടികളിലൂടെ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആളുകളെ നോക്കാതെ, വെറുപ്പുകൾ നോക്കാതെ, ഒന്നും നോക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന്റെ തൃപ്തി മാത്രം കൊതിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സത്യമാണോ ഉൾക്കൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്ക്, ആ ഇബാദത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 3 രീതിയിൽ പഠിപ്പിക്കുന്നു. ഒന്ന് നാവ് കൊണ്ടുള്ള ഇബാദത്ത്, വാചികമായ ഇബാദത്ത്, അത് അല്ലാഹ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയണം. മറ്റൊന്ന് ഖൽബ് കൊണ്ടുള്ള ഇബാദത്ത്, അത് അല്ലാഹ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയണം. മറ്റൊന്ന് ജവാരിഹ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്ത്, അത് അല്ലാഹുവിന് മാത്രം കൊടുക്കാൻ കഴിയണം. നാവ് കൊണ്ടുള്ള, ലിസാന് കൊണ്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ ഫസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹു പറയുകയാണ്, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ നടത്തണേ, രാവിലെയും വൈകുന്നേരവും പ്രത്യേകം അവനെ പ്രകീർത്തിക്കണേ, തസ്ബീഹുകൾ, തഹ്മീദുകൾ, തഹ്ലീലുകൾ നടത്തണേ, അവൻക്ക് സ്തോത്രം നൽകണേ. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് ദിക്റുകളും ദുആകളും നടത്താൻ വേണ്ടിയാണെങ്കിൽ, തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും നടത്താനാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളാണെങ്കിൽ അതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് അല്ലാഹുവോട് മാത്രമായിരിക്കണം. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ, പരിശുദ്ധനായവനെ, ഇങ്ങനെയല്ലാതെ മറ്റൊരു ദുആ ഇല്ല, ദിക്റില്ല. തസ്ബീഹുകളാവട്ടെ, തക്ബീറുകളാവട്ടെ, തഹ്മീദുകളാവട്ടെ എല്ലാം ആ റബ്ബിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അതല്ലാതെ ശൈഖേ, ബീവി, തങ്ങളെ, ഹോജ, വലിയേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദുആ അല്ലാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്ന തേട്ടം നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ആരോ നമ്മളെ വഞ്ചിച്ചതാണ്, ആരോ നമ്മളെ പിഴപ്പിക്കുകയാണ്. വലാ തത്തബിഉസ് സുബുൽ,
നിങ്ങൾ ആ പിഴച്ച മാർഗങ്ങളെ പിൻപറ്റരുതേ എന്ന് അള്ളാഹു പറഞ്ഞ കാര്യത്തെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതാണ് ശരിയായ പാത എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ആ പാതയെ നിങ്ങൾ പിൻപറ്റൂ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? അത് അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് ദിക്ർ നടത്തുന്ന, അള്ളാഹുവിന്റെ നാമം മാത്രം പറയുന്നതായിരിക്കണം നാവ് കൊണ്ടുള്ള ഇബാദത്ത്. അതാണ് ഇസ്ലാം പറയുന്നത്. ആ ഇബാദത്ത് റബ്ബിലേക്ക് മാത്രമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്. അദ്ദുആഹു വൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണെന്ന് വരെ ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ വയക്ഷിഫുസ്സൂ. എടങ്ങറായവൻ, കുടുങ്ങിയവൻ, അവനെ ആ കുടുക്കിൽ നിന്ന്, ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹു അല്ലാതെ ഉത്തരം നൽകി അവനെ സഹായിക്കാൻ വേറെ ആരുണ്ടടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബു ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ. എന്നോട് ദുആ ചെയ്യുക എന്ന ആരാധനാ കർമ്മത്തിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് മാറിപ്പോയാൽ, എന്നോടും തേടും, മഹാത്മാക്കളോടും തേടും, എന്നോടും തേടും, നേർച്ചക്കാരോടും തേടും, എന്നോടും തേടും, അമ്പിയാക്കളോടും തേടും, എന്നോടും തേടും, ഔലിയാനോടും തേടും, എന്നോടും തേടും, ശുഹദാക്കളോടും തേടും. അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ദുആ ആകുന്ന, ഈ പ്രാർത്ഥനയാകുന്ന ആരാധനയിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവർ നിന്ദ്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനോട് മാത്രം ദുആ ചെയ്യാൻ. وَإِذَا سَأَلَكَ عِبَادِي أَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي. മുഹമ്മദ് നബിയെ, താങ്കളോട് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണേ, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ട് ചോദിക്കുന്നവൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്യട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ഇങ്ങനൊക്കെ അല്ലാഹു പറഞ്ഞിട്ടും ശൈഖേ, ബീവി, തങ്ങളെ, ഹോജാ, ഇന്ന ശൈഖിന്റെ ഹക്ക് കൊണ്ട്, ഇന്ന ശൈഖിന്റെ ജാഹ് കൊണ്ട് ഇങ്ങനെ തേടാൻ വേണ്ടി ആരാണോ നമ്മളെ പഠിപ്പിക്കുന്നത്, അത് ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിഴപ്പിക്കുന്ന മാർഗമാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അറിയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തെ വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർന്നില്ല സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച കാര്യത്തെ, ഈ കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായി മരിച്ചുപോയ മഹാനായ തഅവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഓരോ വിഷയങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കവിതാരൂപത്തിൽ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോ ചില അബദ്ധങ്ങളൊക്കെ ചില വരികളിൽ നമുക്ക് കാണാം. പക്ഷേ ദുആഇന്റെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായും പ്രമാണങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഓർത്തു പോവുകയാണ്. കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. നീ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ നിന്റെ റബ്ബിലേക്ക് കൈ നീട്ടിക്കൊണ്ട് യാചിച്ചാൽ പൊറുത്തു തരണേ എന്ന് പറഞ്ഞാൽ പൊറുത്തു തരാതെ, ആ കൈ തട്ടാതെ ആ ഇബാദത്തിനെ, ആ ദുആഇനെ കബൂൽ ചെയ്യുന്നവനാണ് റബ്ബെന്ന് മഹാനായ തഅവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കവിതാരൂപത്തിൽ പറഞ്ഞു തരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ, എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ, ഓർത്തിട്ട് നീ തന്നെപ്പോഴും കരയുന്നതാ. പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹുബ്ബ്. ആ റബ്ബിനോട് ദുആ ചെയ്യണം. ആ റബ്ബിനോട് ദുആ ചെയ്യാതിരുന്നാൽ അല്ലാഹുക്ക് നമ്മളോട് ഹുബ്ബില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മല്ലം യസ്അലില്ലാഹ് യഗ്ദബു അലൈഹി. അല്ലാഹുവോട് ആരാണോ ദുആ ചെയ്യാതിരിക്കുന്നത് അവരുടെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകും. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ തേടുകയാണെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യ്, നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആ റബ്ബിനോട് സഹായം അഭ്യർത്ഥിക്കുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സ്വഹാബിയോട് വിളിച്ചുപദേശിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാമല്ലോ. ആ സംഗതിയാണ് പ്രിയപ്പെട്ടവരെ കവിതാ രൂപത്തിൽ മഹാനവറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന് ലക്ഷ്യം തന്നെ. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാൻ അവർകൾ പറയുന്നതാ നബിയിൽ നിന്ന്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിനെയാണ് ഈ വരികളിലൂടെ അദ്ദേഹം കോർത്തുണക്കുന്നത്. മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. ഇബാദത്തിന് ദുആ എന്ന് പറയുന്നത് മജ്ജയാണ്, അത് ഹദീസിൽ വന്ന കാര്യമാണ് എന്ന് മഹാനവറുകൾ വിശ്വസിപ്പിക്കുകയാണ്. വിശ്വാസികൾക്കുള്ള ആയുധം ദുആ എന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മുന്നിൽ ഗുണം ഏതെങ്കിലും ഒന്നുള്ളതാ, പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ. ഒരാൾ റബ്ബിനോട് ദുആ ചെയ്താൽ മൂന്നാലൊരു ഗുണം അയാൾക്ക് ലഭിക്കുമെന്നത് സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ, ചോദിച്ചതപ്പോൾ തന്നിടുന്നത് തന്നെ. ചിലപ്പോ ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറി ഇങ്ങനെ ഖുത്ബ നടത്തുമ്പോ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, വെള്ളമില്ല, മനുഷ്യരും നാൽക്കാലി വർഗവും എല്ലാ ജീവജാലങ്ങളും പ്രയാസത്തിലാണ്, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണേ നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവോട് മഴയ്ക്ക് വേണ്ടി അല്ലാഹുവോട് ധാരാളമായി പ്രാർത്ഥിച്ചു. ആ വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞു പോകുമ്പോ വെള്ളിയാഴ്ചയിൽ വെയിലത്ത് വന്ന സ്വഹാബത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളിയാഴ്ച ദിവസം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഉടനെ തന്നെ അല്ലാഹു മഴ നൽകുകയും വെയിലത്ത് വന്ന സ്വഹാബത്ത് ജുമുഅ കഴിഞ്ഞു പോകുമ്പോൾ പേരാപേര മഴയത്താണ് അവർ തിരിച്ചു പോയത് എന്ന് ഹദീസിൽ കാണാം. ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം കിട്ടും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ആ സംഭവം എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. അല്ലാത്ത പക്ഷം ആഖിറത്തിൽ പിന്നെ ചോദിച്ചാൽ ഉടനെ കിട്ടിയിട്ടില്ല എങ്കിൽ അത് ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചേക്കാം. ഈ വ്യക്തിക്ക് നാളെ പരലോകത്ത് ഈ പ്രതിഫലമായി ഈ ദുആഇന് പകരം പ്രതിഫലമായി നൽകലാണ് ഖൈറെന്ന് അല്ലാഹു മാറ്റിവെച്ചാൽ നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പ്രതിഫലം നൽകുകയാണ്. ഇവ രണ്ടുമില്ലെങ്കിൽ പൊറുക്കൽ തന്നെ നബി തങ്ങളിൽ നിന്നുള്ളതാ ഇതൊന്നേ. അവ രണ്ടും ലഭിച്ചിട്ടില്ല എങ്കിൽ ഓരോ പ്രാർത്ഥനക്കും നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ പുറത്തു കിട്ടുകയാണ്. അതുകൊണ്ട് ആ സംഗതി കൃത്യമായി മനസ്സിലാക്കി ദുആഇന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് മഹാനവറുകൾ പറയുന്നത്. പ്രാർത്ഥിക്കുവാൻ ചില അദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. ചില മര്യാദകൾ അദബുകൾ
പാലിച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ. അറഫാ ദിനം അതിലേറ്റവും പറ്റുന്നതാ. ഇതെല്ലാം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയാണ്. ആളുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ അശ്രദ്ധയിലാണ്. ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കേണ്ടത്, ഏത് സമയമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന സംഗതി മഹാനവറുകൾ വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് പാഠമുണ്ടല്ലോ എന്നുള്ള നിലക്കാണ് ഒരൽപ്പം ഞാനത് വിശദീകരിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതിലേറ്റവും പറ്റുന്നതാ അറഫാ ദിനമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനുശേഷമുള്ള ആ ശ്രേഷ്ഠമായ സമയത്തെക്കുറിച്ച് പറയുന്നു. റമദാനിന്റെ ദിവസം മുഴുവനും സങ്കേതമാ, അതുപോലെ യൗമുൽ ജുമുഅയും കങ്കേമമാ. രാവിന്റെ മദ്യം നല്ലതാണെല്ലാ ദിനം, അതുതന്നെ മണി 2 ശോഭനം. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സമയത്തിന്റെ ഗൗരവമാണ് മഹാനവർ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം. മഴ പെയ്തിരിക്കും സമയമിൽ നീ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്താകുന്ന മഴയെ വർഷിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ബാങ്കും ഇഖാമത്തിനിടക്കും നല്ലതാ, നിസ്കാര ശേഷം ഏറ്റവും ഫലമുള്ളതാ. ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, നഷ്ടപ്പെടുത്തരുത്. നമസ്കാര ശേഷം, നിർബന്ധ നമസ്കാര ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖബൂൽ ചെയ്യുന്ന സമയമാണ്. ശ്രദ്ധിക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. രണ്ടാം സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഇന്ന് പതിവുള്ളതാ എന്നോ ചിലർ മണ്ടുന്ന്. ചില ആൾക്കാർ എങ്ങോട്ടോ മണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കതിനൊന്നും സമയം കിട്ടുന്നില്ല. ഇബാദത്തിന് ശേഷം, നമസ്കാരത്തിന് ശേഷം ഒരൽപ്പം ഇരുന്നു കൊണ്ട് അല്ലാഹനെ ഓർക്കാനോ റബ്ബിനോട് കാര്യങ്ങൾ പറയാനോ പല മനുഷ്യന്മാർക്കും തിരക്ക് കൊണ്ട് കാര്യമില്ല. അവർക്കത് കിട്ടുന്നില്ല. അവർ മണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉസ്താദ് പറയുകയാണ്. ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ടാ പോക്ക് കണ്ടാലെന്നും. അള്ളാഹിനോടൊന്നും ചോദിക്കാനില്ല എന്നുള്ള മട്ടാണ് അവരെ കണ്ടാല്. എത്രമാത്രം നല്ല ഉപദേശമാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഇങ്ങനെ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇടങ്ങറുകളും വരുമ്പോ ധാരങ്ങളിലേക്ക്, മക്ബറകളിലേക്ക് പോവുകയാണ്. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഉസ്താദുമാര് തയ്യാറാക്കുന്ന അതേ ആ രീതിയിലുള്ള സിയാറത്ത് ടൂറിന്റെ ബസ്സുകളിൽ അവർ കയറുകയാണ്. എന്നിട്ട് അല്ലാഹുവോടുള്ള ഹുബ്ബ്, അല്ലാഹുവോടുള്ള ഗാംഭീര്യം, അല്ലാഹുവോടുള്ള പ്രാർത്ഥന അത് ശ്രദ്ധിക്കാത്ത മനുഷ്യന്മാർ പടപ്പുകളോട് വളരെ ഗാംഭീര്യത്തോടെ, പടപ്പുകളെ ബലിവാനത്തോടെ, ആദരവോടെ അവിടെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നമസ്കാര ശേഷം മണ്ടുന്നവൻ, തിരക്കുള്ളവൻ എത്രയോ സമയം അവിടെ കടന്നുകൊണ്ട് കരഞ്ഞു പറയുന്നു ഷെയ്ഖിനോട്, ബീബിയോട്, തങ്ങളോട്. എത്രമാത്രം അർത്ഥവത്തായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂഹം ഇത് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോ നാവ് കൊണ്ടുള്ള ഇബാദത്ത്, ദിക്റുകൾ, ദുആകള്, അത് അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, എൻ്റെ റബ്ബേ പരിശുദ്ധനായവനെ, ഇങ്ങനെയല്ലാതെ പാടില്ല, പടപ്പുകളിലേക്ക് പാടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒന്ന് പാരായണം ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതിൽ അമ്പിയാക്കളുടെ ദുആ കാണാം. ആദം നബി മുതൽ ലോകത്തിലേക്ക് വന്ന അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ ദുആകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബീവിമാരുടെ, ഹവ്വാ ബീവി മുതൽ ആസിയ ബീവിയും മറിയം ബീവിയും അങ്ങനെയുള്ള ബീവിമാരുടെ ദുആകൾ നമുക്ക് കാണാം.
ഔലിയാക്കളുടെ ദുആകൾ നമുക്ക് കാണാം. അസ്ഹാബുൽ കഹ്ഫ് അതിന് ഉദാഹരണമാണ്. എത്രയോ ആ പ്രാർത്ഥനകൾ നമ്മൾ കാണുമ്പോ അവിടെയെല്ലാം അല്ലാഹുമ്മ റബ്ബന റബ്ബി സുബ്ഹാനക ഇങ്ങനെയല്ലാതെ അല്ലാഹുവോടല്ലാതെ വേറെ ഒരു ദുആ കാണാൻ സാധ്യമല്ല. ഈ മുജാഹിദുകൾ പറയുന്ന കാര്യമല്ലാതെ വിശുദ്ധ ഖുർആൻ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രമാണമാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസ് സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രമാണമാണ്. അവയെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ ജീവിത രീതി, സിറാത്തുൽ മുസ്തഖീമിന്റെ ജീവിത രീതി അതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹുവോടല്ലാതെ ദുആ ഇല്ല. അതുകൊണ്ട് 24 മണിക്കൂറിനിടക്കുള്ള ദിക്റുകളും ദുആകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നപ്പോ ആ ദിക്റുകളിലും ദുആകളിലും അല്ലാഹുവിനോട് മാത്രമല്ലാത്ത ദുആ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ച ഹക്ക് ജാ ബർക്കത്ത് കൊണ്ടുള്ള തേട്ടത്തിന് പ്രമാണം എവിടെ? ഷെയ്ഖേ ബീവി തങ്ങളെ ഹോജ എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്ന തേട്ടത്തിന് പ്രമാണം എവിടെ? ഇതെങ്ങനെ സിറാത്തുൽ മുസ്തഖീമാകും? ഇതെങ്ങനെ ഖുർആനിനോട് യോജിക്കും? ഇതെങ്ങനെ ഹദീസിനോട് യോജിക്കും? ഇതെങ്ങനെ സ്വഹാബത്തിന്റെ രീതിയോട് യോജിക്കും? അതുകൊണ്ട് എന്തോ ഒരു പിഴവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഇബാദത്ത് അള്ളാഹിനോട് മാത്രമാക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ്. ഖൽബ് കൊണ്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചെറിയ നിയ്യത്തുകൾ പോലും കരുതൽ പോലും ഖൽബിൽ നിന്നുണ്ടാകുന്ന ഇബാദത്താണ്. അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തി രോഗിയായി കിടക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ മറ്റൊരു വ്യക്തി അയാളെ സന്ദർശിക്കുകയാണ്. അയാൾക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കറിഞ്ഞിട്ടില്ല. ആ വ്യക്തി ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര കാലമായി ഈ രോഗം? ഇത്ര കാലമായി. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി പറയുന്നു, ഇന്നാലിന്ന ഷെയ്ഖിന്റെ ജാറത്തിലേക്ക്, ഇന്നാലിന്ന വലിയന്റെ മഖാമിലേക്ക് വല്ല നേർച്ചയും നിങ്ങൾ മനസ്സിൽ കരുതിയോ? വല്ല നേർച്ചയും നിങ്ങൾ തീരുമാനിച്ചോ? അള്ളാഹിനോട് മാത്രം പറഞ്ഞിരിക്കുകയാണോ എന്ന് ആ മനുഷ്യൻ, തൗഹീദ് അറിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത മനുഷ്യൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി അതാ അവിടെ വെച്ചുകൊണ്ട് കരുതുന്നു, തീരുമാനിക്കുന്നു മനസ്സിൽ, ഷെയ്ഖേ ബീവി തങ്ങളെ ഹോജ, എനിക്കിതറിയില്ലായിരുന്നു, അതുകൊണ്ട് നടന്നു വരാൻ എനിക്ക് സാധ്യമല്ല. ഒരു ഓട്ടോ വിളിച്ചിട്ടെങ്കിലും ഈ കിടപ്പ് രോഗിയായ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടെങ്കിലും നിങ്ങളുടെ മഖാമിൽ വന്നുകൊണ്ട് അവിടുത്തെ എണ്ണ ഒന്ന് നക്കും, അവിടുത്തെ പുതപ്പൊന്ന് ഞാൻ പുതപ്പിക്കും, അവിടെ ഒന്ന് ചന്ദനത്തിരി കത്തിക്കും, അവിടെ നിന്ന് ഞാൻ തബറുക്ക് കിടക്കും എന്നും മനുഷ്യൻ മനസ്സിൽ കരുതിയാൽ മതി. അവിടെ പോകണ്ട, അത് ചെയ്യണ്ട. അവന്റെ ഖൽബിൽ ഇബാദത്ത് വന്നു. ആ കരുതൽ നിയ്യത്ത് ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ്, ശിർക്കാണ്. അയാൾ മരണപ്പെട്ടാൽ മുശ്രിക്കായി മരിക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വേറൊരു വ്യക്തി, അയാൾ കുറെ കാലമായി രോഗിയാണ്. ആ രോഗി ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ് പടച്ചോനെ, ഷെയ്ഖേ ബീവി തങ്ങളെ, ബദരീങ്ങളെ, അതുപോലെ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖേ, മുനമ്പത്ത് ബീവിയെ, കോയപ്പാപ്പ, ഇങ്ങനെ പലരോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മുവഹിദായ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ഇയാൾ രോഗം സന്ദർശിക്കുന്ന ആ സഹോദരൻ അയാളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര കാലമായി ഈ രോഗം? എന്താണ് ഈ രോഗം? ഇന്ന രോഗമാണ്, ഇത്ര കാലമായി. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹിനോടും പറയുന്നുണ്ട്, എല്ലാ നേർച്ചക്കാരും വിളിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, ഇത് നമുക്ക് പാടില്ലല്ലോ, ഇങ്ങനെ തേടാൻ നമുക്ക് പാടില്ലല്ലോ. കാരണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് എന്ന അഹങ്കാരിയായ രാജാവിനോട് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ, ഇലാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ, തൗഹീദ് പഠിപ്പിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ടല്ലോ, എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗത്തെ ശിഫയാക്കുന്നവൻ എന്റെ റബ്ബാണ്, അങ്ങനെയുള്ള റബ്ബാണ് എന്റെ റബ്ബെന്ന് പരിചയപ്പെടുത്തുമ്പോ ആ റബ്ബിനല്ലേ രോഗം മാറ്റാൻ സാധിക്കുകയുള്ളൂ. ആ റബ്ബിനോടല്ലേ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗം വന്നപ്പോൾ ദുആ ചെയ്തത്. ആ റബ്ബല്ലേ രോഗം മാറ്റുന്നവൻ. ആ റബ്ബിനോട് തേടാനല്ലേ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫാ, നീയല്ലാതെ ശിഫ നടത്തുന്നവനില്ല, അതുകൊണ്ട് എനിക്ക് രോഗം ശമനം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് ആ റബ്ബിനോട് ശിഫയ്ക്ക് വേണ്ടി തേടാനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ശിർക്കിലായി പോകും. ആ
ആ മനുഷ്യൻ അവിടെ വെച്ച് മനസ്സിൽ തീരുമാനിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അല്ലാഹുവേ ഞാൻ നിന്നോട് തൗബ ചെയ്ത് മടങ്ങുന്നു, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു, ഈ തൗഹീദ് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നോട് അയാള് പറഞ്ഞപ്പോ അയാള് വിവരമുള്ള ആളല്ലേ എന്ന് വിചാരിച്ച്, ഉസ്താദല്ലേ എന്ന് വിചാരിച്ച് ആ വഅദ് കേട്ട് ഞാൻ ഇങ്ങനെ ദ്വാരുന്നതാ. അതുപോലെ തന്നെ ഇന്ന മജ്ലിസിൽ പോയപ്പോൾ അവിടെയൊക്കെ പറയുന്നത് മഹാത്മാക്കളോടും തേടാമെന്നാണല്ലോ, ആ നിലക്ക് ഞാൻ തേടിയതാ. അതുകൊണ്ട് റബ്ബേ എനിക്ക് മനസ്സിലായി, പുറത്തു തരണേ, ഞാൻ ഈ ശിർക്കിലേക്ക് ഇനി പോവുകയില്ല റബ്ബേ. അതുകൊണ്ട് നിന്നോട് മാത്രമേ ഞാൻ ഇനി എന്റെ രോഗത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിലും ദുആ ചെയ്യുകയുള്ളൂ. അയാൾ മനസ്സിൽ കരുതിയാൽ മതി, അയാൾ മനസ്സിൽ തീരുമാനിച്ചാൽ മതി. ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ്. അയാൾ തൊട്ടടുത്ത നിമിഷം മരണപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അയാൾക്ക് സാധിക്കും, മുവഹിദായി മരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പൊ ഖൽബ് കൊണ്ടുള്ള ഇബാദത്ത് വളരെ ഗൗരവമാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ഇഷ്ടം അത് ഖൽബിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമായിരിക്കണം. അങ്ങേയറ്റത്തെ ഭയം അത് ഖൽബിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിനെ കുറിച്ച് മാത്രമായിരിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അള്ളാഹനെ കാണാതെ തന്നെ ഗൈബിയായ നിലക്ക് ആ റബ്ബിനെ ഭയപ്പെടുന്നവരാണ് സ്വർഗ്ഗക്കാർ. അതുകൊണ്ട് തന്നെ ആ ഖൽബിൽ നിന്നുള്ള ഇബാദത്തായ അങ്ങേയറ്റത്തെ ഭയം ആ റബ്ബിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ, ഖൽബ് കൊണ്ടുള്ള ആ ഇബാദത്ത് റബ്ബിലേക്ക് മടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും നാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, ആ ഖൽബ് കൊണ്ടുള്ള ഇബാദത്ത് പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റ ഖേദമടക്കവും തൗബയും അതെല്ലാം ഈ ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ്. അത് റബ്ബിലേക്ക് മാത്രം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പരമേൽപ്പിക്കൽ അതുപോലുള്ള ഇബാദത്താണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിലേക്ക് പരമേൽപ്പിക്കാൻ കഴിയണം. തവക്കൽതു അലാ കുപ്പി എന്നല്ല, തവക്കൽതു അലാ തകിട് എന്നല്ല, തവക്കൽതു അലാ ചരട് എന്നല്ല, തവക്കൽതു അലല്ലാ എന്ന് പറയണം. തവക്കൽതു അലാ താവീസല്ല, ഐക്കല്ലല്ല, ഏലസല്ല, അതുപോലെ തന്നെ കരിക്കല്ല, കോഴിമുട്ടയല്ല. അതിലേക്കൊന്നുമല്ല തവക്കുലാക്കേണ്ടത്, റബ്ബിലേക്ക് തവക്കുലാക്കാൻ കഴിയണം. അസ്മാഉ ബദരീങ്ങളുടെ നാമങ്ങളിലേക്ക് തവക്കുലാക്കുന്ന ആളുകളെ നമുക്ക് കാണാം. വീടിന്റെ മുറ്റത്ത്, അതുപോലെ തന്നെ വീടിന്റെ പൂമുഖത്ത് അസ്മാഉ ബദരീങ്ങളുടെ പേരുകൾ എഴുതി തൂക്കുന്നു. എന്നിട്ട് അവിടെ കള്ളൻ കയറാതിരിക്കാൻ, അവിടെ ഐശ്വര്യം ഉണ്ടാവാൻ, അവിടെ രോഗം ഇല്ലാതിരിക്കാൻ തവക്കൽതു അലാ അസ്മാഇ ബദർ. ഇങ്ങനെ ആളുകൾ തെറ്റായ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരോ നമ്മളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ പിഴച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഖൽബ് കൊണ്ടുള്ള ആ ഇബാദത്ത് അങ്ങേയറ്റത്തെ ഇഷ്ടവും അങ്ങേയറ്റത്തെ ഖേദമടക്കവും അങ്ങേയറ്റത്തെ ഭയപ്പാടും അങ്ങേയറ്റത്തെ എല്ലാ സംഗതികളും ആ ഖൽബ് കൊണ്ടുള്ള എല്ലാ ഇബാദത്തും റബ്ബിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണേ. മൂന്നാമതായി ജവാരിഹുകൾ കൊണ്ടുള്ള ഇബാദത്താണ്. നമ്മുടെ ശരീരം, നമ്മുടെ അവയവം കൊണ്ടുള്ള ഇബാദത്താണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ. അത് നമ്മുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്താണ്. റബ്ബിന് മാത്രം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഫസല്ലി ലിറബ്ബിക വൻഹർ, ബലികർമ്മം, അതുപോലെ തന്നെ നമസ്കാരം അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ബദരീങ്ങൾക്കൊരറിവില്ല, മുഹ്യിദ്ദീൻ ശൈഖിന് വേണ്ടി ഒരറിവില്ല, ശുഹദാക്കൾക്ക് വേണ്ടി അറിവില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ അറിവ്. ബിസ്മില്ല പറഞ്ഞുകൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇബാദത്ത്. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ആ ഇബാദത്തിന്റെ വിഷയത്തിൽ, ഈ തൗഹീദിൽ നല്ല ക്ഷമ നിങ്ങൾക്കുണ്ടാകണേ. ഈ ക്ഷമയാണ് പലർക്കും നഷ്ടപ്പെട്ടത്. അമ്പിയാക്കൾ കടന്നു വന്നപ്പോ ആ അമ്പിയാക്കളെ വാളുകൊണ്ട് നടുകെ മുറിച്ചത് ഈ തൗഹീദ് പറഞ്ഞപ്പോഴാണ്. ആ അമ്പിയാക്കളുടെ കൂടെ ഈമാനിന്റെ തങ്കക്കട്ടികളായ സ്വഹാബിമാർ, അനുചരന്മാർ ഉറച്ചു നിന്നപ്പോൾ ആ അനുചരന്മാരെ പീഡിപ്പിച്ചത്, ക്രൂരതകൾ ഉണ്ടായത് ഈ തൗഹീദിന്റെ വിഷയത്തിൽ ക്ഷമിച്ചു നിന്നത് കൊണ്ടാണ്. അമ്മാറും യാസിറും സുമയ്യയും അങ്ങേയറ്റം പീഡനങ്ങൾക്ക് ഇരയായത് ഈ
ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ മേഖലയിലാണ് പ്രിയപ്പെട്ടവരെ ഖബ്ബാബും ഹുബൈബും പരീക്ഷിക്കപ്പെട്ടത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിലാണ് പ്രിയപ്പെട്ടവരെ. നന്നായി ക്ഷമിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് സാധിക്കുന്നുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്, മഹല്ലുകാര് എതിരാവാൻ സാധ്യതയുണ്ട്, നാട്ടുകാര് എതിരാവാൻ സാധ്യതയുണ്ട്. ആരൊക്കെ എതിരായാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അള്ളാന്റെ ഇഷ്ടം ലഭിക്കണോ, സ്വർഗം ലഭിക്കണോ, സിറാത്തുൽ മുസ്തഖീമിലാവണോ, ഈ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഉബൂദിയ്യ, അതിൽ ക്ഷമിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൽ തഅലമു ലഹു സമീയ, നിനക്ക് അള്ളാഹനെ പോലെ നല്ല നാമങ്ങളുള്ള വേറെ ആരെയെങ്കിലും അറിയുമോ? അള്ളാഹു ചോദിക്കുകയാണ്. ഈ ചോദ്യം അങ്ങനെ ഒരാളും ഇല്ല എന്ന് സ്ഥാപിക്കാനാണ്. അള്ളാഹുവിന്റെ നല്ല നാമങ്ങൾ, അള്ളാഹുവിന്റെ നല്ല വിശേഷണങ്ങൾ അറിഞ്ഞ് ആരാധിക്കാൻ നമുക്ക് കഴിയണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇ സയജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിനാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. ആ നാമങ്ങളെ വെച്ചുകൊണ്ട് അവനോട് നിങ്ങൾ ദുആ ചെയ്യണേ. ആ അള്ളാന്റെ ഏറ്റവും നല്ല നാമങ്ങളെ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണേ. അവന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ കൂടരുതേ. അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ ആയത്തുകളിൽ പറഞ്ഞതായി കാണാം. ഇന്ന് ആളുകൾ ഈ മൂന്ന് തൗഹീദിന്റെ മേഖലയിലും തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നു. ജനങ്ങളെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ലോകം നിയന്ത്രിക്കുന്നത് CM-നെ പോലെ മരിച്ചുപോയ മഹാത്മാക്കൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്ന വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. ഒരു ഉസ്താദല്ല, ആവർത്തിച്ച് ഉസ്താദുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ കറാമത്തുകൾ കാട് കയറിയപ്പോ മലപ്പുറം ജില്ലയിൽ അതേ ആലിമീങ്ങൾ ശൂറ കൂടി സമ്മേളനം വെച്ചു. അതിലൊരു പുസ്തകം തന്നെ വിതരണം ചെയ്തു. ഇങ്ങനെ പുടുത്തം വിട്ട കറാമത്തുകൾ പറയാൻ പാടില്ല, അവരെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ പറയുന്നവർ വഹാബി ആയിട്ടുണ്ടോ എന്ന് സംശയിക്കണമെന്ന് ആ കറാമത്ത് കഥകൾ, മായാവി കഥകൾ പറയുന്ന വിഭാഗം പറയാൻ തുടങ്ങി. അപ്പോൾ അതാ മുഖാമുഖമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ചില സഖാഫിമാര് മുഖാമുഖമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അള്ളാഹു മാത്രമല്ല ലോകം നിയന്ത്രിക്കുന്നത്, CM-ഉം നിയന്ത്രിക്കും, ലോകത്ത് മരിച്ചുപോയ മഹാത്മാക്കൾ നിയന്ത്രിക്കും. അപ്പോൾ ഒരു മുജാഹിദ് മൗലവി ചോദിക്കുകയാണ്, ഒരു സാധാരണക്കാരൻ അല്പം പഠിച്ചിട്ടുണ്ട് ആ വ്യക്തി ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏത് വലിയാണ് ലോകം നിയന്ത്രിച്ചത്? ഒരു ഉദാഹരണം പറയാമോ? അപ്പോൾ ഒന്നല്ല 4 പറയാമെന്ന് പറഞ്ഞ് ജിബ്രീൽ, മീകായിൽ എന്ന് പറഞ്ഞിട്ട് മലക്കുകളുടെ പേര് പറയുന്നു. ലോകം നിയന്ത്രിക്കുന്നത് മൺമറഞ്ഞു പോയ ജാറത്തിൽ കിടക്കുന്ന ശൈഖാണെന്ന് പറയുമ്പോ, CM ആണെന്ന് പറയുമ്പോ, അതുപോലെ ഏത് CM മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായത്? ആരാ ലോകം നിയന്ത്രിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്ന ആയത്തോതിയിട്ട് അതേ പലരും നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജിബ്രീലിനെയും മീകായിലിനെയും എടുത്തു പറഞ്ഞ് വേറെ 2 കൂട്ടം പറഞ്ഞ് 4 ആളുകളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ചോദ്യം ആവർത്തിക്കുന്നു, മറുപടി പറയാൻ സാധിക്കാതെ മുഖാമുഖക്കാരതാ ഒതുങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. സാധാരണ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകം നിയന്ത്രിക്കുന്ന മഹാത്മാക്കൾ അവർ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയാലും അവർക്ക് പല കഴിവുകളും അധികരിക്കുകയാണ്. അവർ കാണും, കേൾക്കും, ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാക്കളോടും തേടാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അതിനല്ലേ ജാറങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സഹോദരന്മാരെ, അപ്പോ ദുആഇനെ വഴിതെറ്റിക്കുന്നു, തൗഹീദുൽ ഉലൂഹിയ്യയിലും കത്തിവെക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹനെ പോലെ 99 നാമങ്ങൾ ശൈഖ് ജീലാനിക്കുമുണ്ട്. ആ 99 നാമങ്ങളെ പറഞ്ഞിരുന്നാൽ, അല്ലാഹുവിന്റെ നാമങ്ങളെ പറഞ്ഞിരുന്നതിന് പകരം സവാബിനെ കിട്ടുമെന്ന് പറയുമ്പോ, പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോ, പാവങ്ങളായ മനുഷ്യന്മാർ മൊയ്തീൻ ശൈഖിന്റെ പേരുകൾ പറഞ്ഞു പഠിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുകയാണ്. അല്ലാഹന്റെ നാമങ്ങൾ പഠിക്കാൻ ആളുകളെ കിട്ടുന്നില്ല. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ ഇവിടെ ആളില്ല, മുജാഹിദുകളല്ലാതെ. അതുകൊണ്ട് ഈ നിലക്ക് പോയാൽ നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് സാധിക്കുമോ?
സാധിക്കുമോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്കാണോ ചൊല്ലാൻ പറ്റുന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവർക്ക് അങ്ങനെ കടക്കാൻ സാധിക്കുമെന്നല്ലേ? അതിന് നമുക്ക് ഭാഗ്യം കിട്ടണ്ടേ പ്രിയപ്പെട്ടവരെ? അത് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ തൗഹീദോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കുന്ന അവസ്ഥയിലേക്ക് വരാനാണ് ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സമീആയ ഖരീബായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉത്തരം ചെയ്യുന്ന റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. പക്ഷേ ഇതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കളയുന്ന പ്രസംഗങ്ങൾ, ക്ലിപ്പുകൾ, സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ, ചില പ്രസിദ്ധീകരണങ്ങൾ, ചില ആത്മീയ മജ്ലിസുകൾ, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ തൗഹീദിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാഹുവോട് തേടുന്നു, കൂടെ പടപ്പുകളോടും തേടുന്നു. ഇത് തന്നെയാണ് ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്കും സംഭവിച്ചത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മക്കൾ ഹാബീലും കാബീലും, അവിടെ ഒരു കൊലപാതകമുണ്ടായി. അതിലൊരു മനുഷ്യൻ മരണപ്പെട്ടു, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ. പിന്നീട് ഉള്ള ആ മകനിൽ മക്കളായി പെരുകി ഏകദേശം 10 നൂറ്റാണ്ടോളം അതേ തൗഹീദിൽ അവർ ഉറച്ചു നിന്നു. 10-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം പ്രിയപ്പെട്ടവരെ ശിർക്കിന്റെ അംശം അവരിലേക്ക് കടന്നു വരികയാണ്. സാക്ഷാൽ ഇബ്ലീസ് അവരിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയാണ് അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഖബറാരാധന പറഞ്ഞില്ല. നേരെ മറിച്ച് അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ട രൂപം കേൾക്കണോ? ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലുൽ ആലായും ഒക്കെ മക്കാ മുശ്രിക്കുകൾക്ക് ആരാധ്യന്മാരായിരുന്നുവെങ്കിൽ വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ, ഇങ്ങനെ 5 ഔലിയാക്കൾ, 5 മഹത്തുക്കൾ. ആ മഹത്തുക്കൾ ഒരു വർഷത്തിൽ എല്ലാവരും അങ്ങ് മരിച്ചുപോയപ്പോൾ ആ 10-ാം നൂറ്റാണ്ടിലെ തലമുറയിലെ ആളുകൾ ആ മരിച്ചുപോയ മഹാത്മാക്കളെ കുറിച്ച് ആ വർഷത്തിലാകെ ടെൻഷനിലായി. നല്ല മനുഷ്യന്മാര്, നല്ല ഉന്മേഷത്തിൽ അള്ളാഹുവോട് ഇബാദത്ത് ചെയ്തിരുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അവരുടെ കാഴ്ചപ്പാടിൽ നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അവർ മരിച്ചുപോയപ്പോൾ അവർ ദുഃഖത്തിലായി. ഇബ്ലീസുൽ ലഈൻ അവരിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ടെൻഷനായി കുത്തിരുന്നിട്ട് എന്ത് കാര്യം? അള്ളാഹുവിലേക്ക് നല്ല ഉന്മേഷത്തിൽ ഇബാദത്തുകൾ ചെയ്തിരുന്ന മഹത്തുക്കളല്ലേ ഈ 5 ഔലിയാക്കളും. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തിനും ഉന്മേഷം ലഭിക്കണ്ടേ? നിങ്ങളിങ്ങനെ ചടഞ്ഞിരുന്നാൽ മതിയോ? നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ മതിയോ? അതുകൊണ്ട് ഞാനൊരു പണി പറഞ്ഞു തരാം. ആ മഹാത്മാക്കളുടെ ഖബറിങ്കൽ ഒന്ന് പോയിട്ട് അള്ളാഹുവിനെ നല്ല ഉന്മേഷത്തോടെ ആരാധിച്ചിരുന്ന 5 മഹാത്മാക്കളാണല്ലോ ഇവർ എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്കും നിങ്ങളുടെ ഇബാദത്തിൽ നല്ല ഉന്മേഷം ലഭിക്കും. അവിടെ തേടാനോ, ബർക്കത്തെടുക്കാനോ, പ്രാർത്ഥിക്കാനോ, ബർക്കത്തോടെ ഒന്നും പഠിപ്പിച്ചില്ല. ഇത് നല്ലൊരു ഉപദേശമായിട്ട് തോന്നി. ആ സമൂഹത്തിലെ ആളുകൾ അതാ അവരുടെ ഖബറിങ്കലേക്ക് ചെന്നു. എന്നിട്ട് വദ്ദിനെ, സുവാഇനെ, യഗൂസിനെ, യഊഖിനെ, നസ്റിനെ അവരിങ്ങനെ ഓർത്തിരുന്നു. പിന്നീടതാ അതിന്റെ അവസാന ഭാഗമാകുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, അവരുടെ മുഖം നിങ്ങൾക്ക് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഞാൻ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോ, അവരുടെ ചിത്രം തരാം. അത് അവരുടെ ഓരോരുത്തരുടെയും ഖബറിന്റെ മുകളിൽ വെച്ചോളൂ. നിങ്ങൾക്ക് വേഗം ഓരോരുത്തരെയും വേർതിരിച്ച് മനസ്സിലാക്കാലോ. അങ്ങനെ വദ്ദിനെ, സുവാഇനെ, യഗൂത്തിനെ, യഊഖിനെ, നസ്റിനെ ചിത്രം വരച്ചുകൊണ്ട് അതാ അവരുടെ ഖബറിൽ അത് സ്ഥാപിക്കുകയാണ്. ആ തലമുറ അങ്ങനെ കഴിഞ്ഞുപോയി. അവിടെ പ്രാർത്ഥന നടന്നില്ല, അവിടെ ബർക്കത്തെടുക്കലോ, ഇസ്തിഗാസയോ, നേർച്ചയോ ഒന്നും നടന്നില്ല. ഒന്ന് ഓർക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവരുടെ ഫോട്ടോ വെക്കുക മാത്രമേ ചെയ്തുള്ളൂ. അടുത്ത തലമുറ വന്നു. ആ തലമുറ വന്നപ്പോൾ ഇവരുടെ ഉപ്പാപ്പമാര് മരിച്ചു പോയിട്ടുണ്ടല്ലോ. അവരിലേക്ക് ഇബ്ലീസുൽ ലഈൻ കടന്നു വന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ ഉപ്പാപ്പമാര് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ചിരുന്ന 5 ഔലിയാക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കേട്ട് കേൾവിയില്ലേ വദ്ദിനെ കുറിച്ച്? നിങ്ങൾക്ക് കേട്ട് കേൾവിയില്ലേ വദ്ദിനെയും, സുവാഇനെയും, യഗൂസിനെയും, യഊഖിനെയും, നസ്റിനെയും ഒക്കെ?
നിങ്ങൾക്ക് അവരെ പരിചയമില്ലല്ലോ, എങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവരുടെ ഖബറിങ്ങൾ കൊണ്ടുപോയി ആ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ്. ഇവരെയാണ് അവർ ആരാധിച്ചിരുന്നത്, ഓർത്തിരുന്നത്, ഇവരെയാണ് ആ മഹാത്മാക്കള്. അതുകൊണ്ട് ഇവരുടെ ചിത്രം ഖബറുകളിൽ മാത്രം പോരാ, നിങ്ങളുടെ വീടുകളിലെല്ലാം സദാസമയം ഇവരെ ഓർക്കണം. ഇവർ അല്ലാഹ് ഇഷ്ടപ്പെട്ട മഹത്തുക്കളാണ്. അങ്ങനെ അതാ ഇബ്ലീസ് അവർക്ക് അവരുടെ വീടുകളിൽ സ്ഥാപിക്കാൻ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ ഈ വദ്ദിന്റെ, സുവാഇന്റെ, യഹൂത്തിന്റെ, യഹൂക്കിന്റെ, നസ്റിന്റെ ചിത്രങ്ങൾ, ഫോട്ടോകൾ ഖബറുകളിൽ മാത്രമല്ല അവരുടെ വീടുകളിലും വെക്കാൻ തുടങ്ങി. അവിടെയുള്ള ആളുകളൊക്കെ ഇവരെ ഇങ്ങനെ വന്ദിക്കാൻ തുടങ്ങി. ആരാധന വന്നിട്ടില്ല, ഇപ്പോഴും ഓർക്കലേ വന്നിട്ടുള്ളൂ. എല്ലാ വീട്ടിലും ഫോട്ടോകളായി. അടുത്ത തലമുറ വരുന്നു. ആ തലമുറയിലേക്ക് ഇബ്ലീസുൽ ലഈൻ വന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ പൂർവികന്മാരായ ആളുകൾക്ക് അനുഗ്രഹം ലഭിക്കാൻ കാരണമായ, മഴ ലഭിക്കാൻ കാരണമായ, പല നിഅമത്തുകളും കിട്ടാൻ കാരണമായ അല്ലാഹ് ഇഷ്ടപ്പെട്ട ഔലിയാക്കൾ നിങ്ങളുടെ വീടുകളിലെല്ലാം വെച്ചിരുന്ന മഹാത്മാക്കളായ 5 ഔലിയാക്കൾ, അവരോട് നിങ്ങൾ തേടാതെ, അള്ളാഹ്ക്ക് ഇടയാളന്മാരായി വെക്കാതെ, അവരോട് ശുപാർശക്കാരായി അവരെ കാണാതെ നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥന, ആരാധന അവരോടുമാവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, ഇബ്ലീസ് സ്റ്റെപ്പായി ഈ സമൂഹത്തിൽ, ഈ ഭൂമിയിൽ ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോയ രൂപം. അങ്ങനെ അതാ ആ തലമുറ വദ്ദിനെ, സുവാഇനെ, യഹൂത്തിനെ, യഹൂക്കിനെ പൂർണ്ണമായും ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ പറഞ്ഞേക്കുകയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിലേക്ക് വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്റെ ഖൗമേ, നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. വളരെ നസീഹത്തോടുകൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ എന്നെ പിൻപറ്റുകയും അതുപോലെ തന്നെ അല്ലാഹുവിനെ അനുസരിക്കുകയും തഖ്വ കാണിക്കുകയും ചെയ്യണേ. ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പുത്തൻവാദിയായി അറിയപ്പെട്ടു. കാക്കകാരണവന്മാരായി പണ്ടേ മുതൽ ആദരിച്ച് ബഹുമാനിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വദ്ദിനെ, സുവാഇനെ, യഹൂത്തിനെ, യഹൂക്കിനെ, നസ്റിനെ എതിർത്ത് പറയുന്ന, അല്ലാഹ് മാത്രം എന്ന് പറയുന്ന പുത്തൻവാദിയായി അറിയപ്പെട്ടു. അതുകൊണ്ട് ഈ നൂഹിന്റെ വാക്ക് കേൾക്കരുതേ. അവരിലെ പണ്ഡിതന്മാരും അവരിലെ നേതാക്കന്മാരും രംഗത്ത് വന്നു. ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊക വനസ്റാ. ഇവന്റെ വാക്ക് കേട്ട് നമ്മുടെ ഉപ്പാപ്പമാര് പണ്ടേ മുതൽ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വദ്ദിനെ, സുവാഇനെ, യഗൂത്തിനെ, യഊക്കിനെ, നസ്റിനെ ഒഴിവാക്കരുത് കേട്ടോ. അവരെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഇവൻ പിഴവാ പറയണത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 950 വർഷം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിൽ ദഅവത്ത് നടത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അനുസരിക്കാൻ തയ്യാറായില്ല. വെറും 12 ആളാണെന്നാണ് ചരിത്രത്തിൽ കാണാം നൂഹ് നബിയിൽ വിശ്വസിച്ച ആൾക്കാർ. അല്ലാഹു പറയുന്നുണ്ട്, അവരിൽ അധികം ആളുകളും വിശ്വസിച്ചില്ല. ഇല്ലാ ഖലീൽ വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ഒന്നാമത്തെ റസൂലായ നൂഹ് നബിയുടെ കൂടെ വിശ്വാസ രംഗത്ത്, തൗഹീദ് രംഗത്ത് കൂടെ നിന്നത് അല്പം ആളുകൾ മാത്രമാണ് കേട്ടോ. ഖുർആൻ പറയണം 12 ആൾക്കാരാണത്. അല്ലാഹു പറഞ്ഞു, പ്രളയം ഉണ്ടാവാൻ പോവാണ് നൂഹേ, നീ പറയുന്നത് പോലെ ഇനി ഇവരുടെ മുതുകിൽ നിന്ന് മുവഹിദുകളായ ഒരു സംഘം വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന ഖൗം ഇവിടെ ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണം അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ, മുവഹിദുകളായ ആളുകളെ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലുണ്ടാക്കുമ്പോ ആ സമൂഹത്തിലെ പുരോഹിതന്മാരും നേതാക്കന്മാരൊക്കെ അതിലൂടെ കടന്നു പോകുമ്പോ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇന്നിപ്പോ പരിഹസിച്ചോളി, ഒരു ദിവസം വരും, ഇതിനൊക്കെ പകരം ഞാൻ നിങ്ങളെ പരിഹസിക്കും കേട്ടോ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ പണി പൂർത്തിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കപ്പലിൽ കയറാൻ നൂഹ് നബിയോടും വിശ്വാസികളോടും ഇവിടത്തെ എല്ലാ ഇണകളിൽപ്പെട്ട ജീവജാലങ്ങളെയും അതിലേക്ക് നിറക്കാൻ പറയുകയും എന്നിട്ട് അല്ലാഹു രക്ഷപ്പെടാൻ വേണ്ടി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു. പ്രളയമുണ്ടായി. ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ. അല്ലാഹുവിന്റെ നാമം ചൊല്ലുമ്പോൾ, ബിസ്മില്ല പറയുമ്പോൾ
അത് സഞ്ചരിക്കുന്നു. അതിന്റെ സ്റ്റാർട്ടിങ്ങും സഞ്ചാരവും അതിന്റെ നങ്കൂരമിടലും അല്ലാഹുവിന്റെ നാമം പറയുമ്പോഴാണെന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെയല്ലേ അള്ളാഹ് രക്ഷപ്പെടുത്തിയത്? ആ സമൂഹത്തിൽ ഭൂമിയിൽ ആദ്യമായി ശിർക്ക് വന്നത് ഈ രൂപമാണെന്ന് അല്ലാഹു പറയുന്നു. ഖബറുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ഓരോ ഉമ്മത്തിലും പ്രവാചകന്മാർ വന്നത് ഇതേ പിഴവ് ആദം സന്തതികളിൽ ഇങ്ങനെ ആവർത്തിച്ചപ്പോഴാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴോ സഹോദരന്മാരെ, ഇബ്രാഹിം നബിയുടെ ഖബർ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചിത്രം, രൂപം, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രൂപം, അതുപോലെ ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ, ഉബുലുൽ അലായുടെ ഈ മഹാത്മാക്കളായി കാണുന്ന പലരുടെയും രൂപം പരിശുദ്ധ ഹറമിൽ കഅബാലയത്തിന്റെ ചുറ്റിലുമായി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന അവർ അള്ളാന്റെ കൂടെ ഈ മഹാത്മാക്കളോടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവർ അള്ളാഹ്ക്ക് കൂടെ ഇവരോടും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, അംറു ബിനു ലുഹൈ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ആ സമൂഹത്തിൽ ഖുറൈശികളിൽ ഈ വ്യക്തിയുടെ അടുക്കലാണ് ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് പറഞ്ഞു, നമ്മുടെ കാക്കക്കാരണവന്മാരായി ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച മഹത്തുക്കളായ അതേ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുൽ അലാ ഓരോ ഖബറിങ്ങനെ വെറുതെ കിടക്കുക. അവരെ ഓർക്കാൻ, ആ മഹത്തുക്കളെ ഓർക്കാൻ ഒരു ചെറിയ കുറ്റിയെങ്കിലും അവിടെ സ്ഥാപിക്കണ്ടേ? ഒരു ചെറിയ കൊള്ളിക്കഷ്ണെങ്കിലും കുത്തിവെക്കണ്ടേ? ഇവരുടെ ഖബറൊന്ന് വേർതിരിക്കണ്ടേ? അങ്ങനെ വേർതിരിച്ചു. അവിടെ അതാ ചെറിയ കമ്പ് കൊണ്ടുപോയി കുത്തിക്കുകയാണ്. ഇതാണ് വദ്, ഇതാണ് ലാത്ത, ഇതാണ് മനാത്ത്, ഇതാണ് ഹുബുല്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവിടെ എല്ലാം അത് വെപ്പിച്ചു. പിന്നെ അത് ഉയർത്തി, പിന്നെ കെട്ടിടങ്ങളായി, പിന്നെ എടുപ്പായി, ദർഗയായി. സഹോദരന്മാരെ, ആ സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും അറിഞ്ഞ് ഉൾക്കൊണ്ട് ചൊല്ലണേ, എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. അപ്പോഴാണ് മുഹമ്മദ് നബിയോട് പറഞ്ഞത്, തബ്ബല്ലക അലിയാദാ ജമഅതനാ, ഇതിനാണോ നീ വിളിച്ചു കൂട്ടിയത്? നിനക്ക് നാശം എന്ന് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാര് തന്നെ നബിക്കെതിരായി, ഖുറൈശികൾ എതിരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനങ്ങളായി, മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങളായി, ഹിജ്റ പോവേണ്ടി വന്നു, യുദ്ധങ്ങളുണ്ടായി. ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ച ചോദ്യം എന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. നമ്മുടെ കാക്കകാരണവന്മാരായി പണ്ടേ മുതൽ ആദരിച്ച് ബഹുമാനിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പല ഇലാഹുകളെ ഒഴിവാക്കി അള്ളാഹിനോട് മാത്രം എന്ന് പറയാ മുഹമ്മദേ നീ? ഇത് വല്ലാത്തൊരു അത്ഭുതാട്ടോ. ഇതിൽ വലിയ പുത്തംവാദം എന്താ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പരാമർശിക്കപ്പെട്ടതുപോലെ, പരിഹസിക്കപ്പെട്ടതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിഹസിക്കപ്പെട്ടു, എതിർക്കപ്പെട്ടു. പക്ഷെ അവർ ഉറച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലോ ഇതുപോലെ തന്നെയല്ലേ? ഖബറുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ ഇന്നും കേരളത്തിൽ ആളുകൾ പിഴച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വേങ്ങരയുടെ പരിസരത്ത് ഞാൻ പ്രസംഗിക്കുമ്പോ മഖ്ദൂമി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ, ഈ വേങ്ങര ഭാഗത്ത് ചെറൂര് ഭാഗത്തുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീ തന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രയാസം വന്ന് പറഞ്ഞപ്പോ, വേങ്ങര കോയപ്പാപ്പ എന്ന ആൾ ഉണ്ടാകുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തി പറഞ്ഞു, വേങ്ങര കോയപ്പാപ്പയുടെ ഉപ്പ പറഞ്ഞു, ആ കുട്ടിയെ ഞാൻ കെട്ടിക്കോളാം. അപ്പൊ ആ ഉമ്മയും കുടുംബവും ഒക്കെ അത് സമ്മതിച്ചു. അങ്ങനെ ചേറൂർക്കാരിയായ പെണ്ണിനെ മഖ്ദൂമി കുടുംബത്തിലെ ആ വ്യക്തി കല്യാണം കഴിച്ചതിൽ ഒരു കുഞ്ഞുണ്ടായി. മുഹമ്മദ് കുഞ്ഞ് എന്നാണ് അദ്ദേഹത്തിന് പേരിട്ടത്. ആ കുഞ്ഞാവട്ടെ മാനസിക രോഗിയായിരുന്നു. കോയപ്പാപ്പാക്ക് മാനസിക രോഗമുണ്ടായി. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ വ്യക്തിയുടെ മുമ്പിലേക്ക് അയാൾ ആരെങ്കിലും കാണുമ്പോ അയാൾ പറയും, ചായ കുടിക്കാൻ കാശ് കൊണ്ടട കോയ, ചായ കുടിക്കാൻ കാശ് കൊണ്ടട കോയ. അങ്ങനെ എല്ലാവരും കോയ കോയ എന്ന് പറഞ്ഞപ്പോ കോയപ്പാപ്പ എന്ന് അദ്ദേഹത്തിന് പേര് കിട്ടി. ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് ഗൈബായ പലതും അറിഞ്ഞു, പല കറാമത്തുകളും സംഭവിച്ചു എന്നാണ്.
സഹോദരന്മാരെ, മുഅ്ജിസത്ത് കറാമത്ത് എന്നത് ഉണ്ട്, സത്യമാണ്. അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ആ മുഅ്ജിസത്തും കറാമത്തും ആരാണോ ഉണ്ടാക്കിയത്, ആരാണോ പ്രകടിപ്പിക്കുന്നത്, ആ റബ്ബിന്റെ മഹത്വമാണ് അധികരിക്കുന്നത്. ആ മുഅ്ജിസത്ത് നൽകിയ, ആ കറാമത്ത് നൽകിയ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മുഅ്ജിസത്ത് ലഭ്യമായ അമ്പിയാക്കളോടല്ല, ആ കറാമത്ത് പ്രകടമായ ഔലിയായിനോടല്ല, അത് സംഘടിപ്പിച്ച റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രയെത്ര സംഭവങ്ങൾ ഈ കോയപ്പാപ്പയുടെ യാറത്തിങ്ങിലേക്ക് പോയിക്കൊണ്ട് സങ്കടം പറയുന്ന എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ. അവിടെയും ഖബറല്ലേ, ജാറമല്ലേ, അവിടെ പോയി സങ്കടം പറയാം, കോയപ്പാപ്പയോട് ആ രീതിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോ, അതുപോലെ തന്നെ മമ്പറന്തങ്ങളോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ പല മഖാമുകളിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരെ നിന്ദിക്കുകയല്ല, അനാദരിക്കുകയല്ല. അവർ വലിയകളാണെങ്കിൽ തന്നെയും, അവർക്ക് കറാമത്ത് ഉണ്ടായി എന്ന് സമ്മതിച്ചാൽ തന്നെയും ആ വ്യക്തികളോട് തേടാൻ സുന്നത്ത് ജമാഅത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് തെളിവില്ലല്ലോ, പാടില്ലല്ലോ, വിരോധമല്ലേ ഉള്ളത്. ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ ഒരിക്കൽ ഉഹുദിന്റെ പർവ്വതത്തിൽ കയറുകയാണ്. ആ ഉഹദ് പർവ്വതത്തിൽ കയറി നിൽക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ പർവ്വതത്തിൽ കയറി നിൽക്കുന്നു. കൂടെ ഉമർ ഖത്താബ് ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫറജഫ ഉഹദ് അതാ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. ഒരു ചെറിയ പ്രകമ്പനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഫ്ബുത് ഉഹദേ, നീ ഒതുങ്ങി നിൽക്കണം. ഫഇന്നഹാ അലൈക നബിയ്യുൻ, കാരണം നിന്റെ മേലെ ഉള്ളത് അല്ലാഹുവിന്റെ നബിയാണ്. വസിദ്ദീഖുൻ, പിന്നെയുള്ളത് സിദ്ദീഖുൽ അക്ബറാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശഹീദാൻ, പിന്നീടുള്ളത് 2 ഷഹീദുകളാണ്. നോക്കണം. ഉഹദ് മലയിൽ കയറി നിൽക്കുന്ന ഈ ആളുകളെ കുറിച്ച് പറയുമ്പോ 2 ഷഹീദുകൾ എന്ന് പറയുമ്പോൾ അന്ന് ഷഹീദായിട്ടില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സുബഹി നമസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോ വഞ്ചകനായ ശത്രു വന്നിട്ട് കടാര കയറ്റുമ്പോ രക്തം വാർന്നൊലിഞ്ഞ് ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഷഹീദാകുന്നത്. നമുക്കറിയാം. ആ ഷഹീദിനെ കുറിച്ച് അന്ന് പ്രചരിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരെ പോലും ഭിന്നിപ്പിച്ചിരിക്കുകയാണ് ശത്രുക്കൾ, ഇസ്ലാമിന്റെ എതിരാളികൾ. എന്നിട്ട് ആ സ്വഹാബത്തിനെ ഭിന്നിപ്പിച്ച് മദീനയിൽ ആ ഹറമിൽ വലിയ രക്തച്ചൊരിച്ചിലിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ മഹാനവറുകളെ വീട് വളഞ്ഞിരിക്കുന്നു, പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ എന്നവരെ, ഇവിടുത്തെ അന്തരീക്ഷം മോശമായിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഖലീഫ എന്നുള്ള നിലക്ക് നിങ്ങൾ ഒരു അനുവാദം തരികയാണെങ്കിൽ ആരാണോ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് അവരെ ഞാൻ നേരിട്ട് കൊള്ളാം, എന്നിട്ട് മുഅ്മിനീങ്ങളെ വേർതിരിച്ചു തരാം, ഇവിടെ കുഴപ്പങ്ങളില്ലാതെ ശ്രദ്ധിക്കാം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഹറമിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു നിൽക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങളെ കൊല്ലുന്നതടക്കം ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ നോക്കി നിൽക്കേ, അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സഹിക്കില്ല, ഞാൻ മദീന വിട്ടു പോവുകയാണ്, മാറി താമസിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു സഹിച്ചില്ല ആ രംഗം. പോകുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹസൻ ഹുസൈൻ എന്ന 2 മക്കളെ ഏൽപ്പിക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിൽക്കലിൽ മഹാനവർകൾക്ക് കാവലായി മക്കളെ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ 2 ആളും കൂടി പോകാൻ പാടില്ല, 2-ൽ ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഞാൻ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് വാപ്പ പോവുകയാണ് കേട്ടോ. ഓക്കെ ഉപ്പ, ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് സമ്മതിക്കുന്നു. ആ മക്കൾ അവിടെ നിന്നിട്ടുമുണ്ട്. ഒരാൾ പോകുമ്പോൾ ഒരാൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അനാസ്ഥ വന്നിട്ടില്ല, അശ്രദ്ധ വന്നിട്ടില്ല.
ഇവരെ കാണാതെ വീടിന്റെ മേൽക്കൂരയിലേക്ക് കയറിയിട്ട് മേൽക്കൂരയിൽ നിന്ന് ഉള്ളിലേക്ക് ചാടിയിട്ട് കടാര കൊണ്ട് കുത്തുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ ആ അന്ത്യശ്വാസം വലിക്കുമ്പോ ഷഹീദാകുമ്പോ പ്രിയപ്പെട്ടവരെ നെഞ്ചത്തേക്ക് മുസ്ഹഫ് വീണ് ആ രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾക്ക് ശേഷം സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത പറയൂ എന്ന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. ആ ഷഹീദിനെ കുറിച്ച് ഉഹുദിന്റെ മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ട് ശുഹദാക്കളുമാണ് കേട്ടോ. അതാ ഉഹുദ് ഒതുങ്ങി നിൽക്കുന്നു. ഇതിലും വലിയ ലോകത്ത് ഈ സംഭവിച്ചിട്ടുള്ള മുഅ്ജിസത്തിൽ വേറെ ഏതാണുള്ളത്? ഇതിലും വലിയ കറാമത്ത് വേറെ ഏതാണുള്ളത്? ഇത് കണ്ട സ്വഹാബത്ത്, ഇത് കണ്ട മുഅ്മിനീങ്ങൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞോ, ഇദ്ദേഹമാണ് മുദബ്ബിറുൽ ആലം എന്ന്, മുഹമ്മദ് നബിയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞോ. ഈ സ്വഹാബിമാരാണ് ഗൗസുൽ ആദം എന്ന് പറഞ്ഞോ, ഖുതുബുൽ ആലം എന്ന് പറഞ്ഞോ? ഇല്ല. ആ അമ്പിയാക്കൾക്ക്, ആ മുർസലീങ്ങൾക്ക്, ഈ സ്വഹാബിമാർക്ക്, ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് നൽകുന്നു, കറാമത്ത് നൽകി ആദരിക്കുന്നു. ഇത് കൊടുത്ത കഴിവല്ല, അല്ലാഹ് പ്രകടിപ്പിക്കുകയാണ്. ചില ആളുകൾ വിശ്വസിച്ചത് എന്താണ്? കൊടുത്ത കഴിവാണ്, മരിച്ചാലും ആ കഴിവ് ഇങ്ങനെ ഉണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്. പിഴവ് സംഭവിച്ചിരിക്കുന്നു വിശ്വാസത്തിൽ. യഥാർത്ഥത്തിൽ ആ സ്വഹാബിമാർക്ക്, ആ നബിമാർക്ക്, ആ ഔലിയാക്കൾക്ക് അല്ലാഹു ആ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അതിനു മുമ്പ് പ്രകടിപ്പിക്കാനോ അതിനുശേഷം കൊണ്ടുവരാനോ ഒരു നബിക്കും ഒരു റസൂലിനും സാധ്യമല്ല, ഒരു വലിയനും സാധ്യമല്ല. അപ്പോൾ അല്ലാഹു പ്രകടിപ്പിച്ചതാണ്. ഇതാണ് ആ റബ്ബ് പ്രകടിപ്പിക്കുമ്പോൾ ആ റബ്ബിന്റെ മഹത്വമാണ് അധികരിക്കുന്നത്. അത് കണ്ട സ്വഹാബത്ത് റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. ആ മേഖലയിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നാട്ടിൽ സന്താനങ്ങളില്ലാതെ പോകുമ്പോ, ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടും കുട്ടിയില്ലാതെ പോകുമ്പോ, പ്രിയപ്പെട്ടവരെ കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ 3 പെറ്റുമ്മ ജാറത്തിലേക്ക് നമ്മുടെ ഉസ്താദുമാര് ആളുകളെ കൊണ്ടുപോവുകയാണ്. എന്താണ് ഇവിടുത്തെ കറാമത്ത്? ഒരു അറബി പെണ്ണാണ് പോലും ആ സ്ത്രീ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ ഗർഭിണിയാണ്, പ്രസവവേദന ഉണ്ടായി. അങ്ങനെ അതാ ചെറുതോണിയിൽ കയറിയിട്ട് കുറ്റിക്കാട്ടിൽ പോയിട്ട് ആ സ്ത്രീ പ്രസവിച്ചു. 3 കുട്ടികളായിരുന്നു. 3 മരണപ്പെട്ടു. ആ സ്ത്രീയും മരണപ്പെട്ടു. 3 പെറ്റുമ്മ ജാറമാണ്. കാട്ടിലെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. പാപ്പിനിശ്ശേരിയിലെ ഈ പള്ളിയിലേക്ക്, ഈ ജാറത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? കൗമ് ആൺകുട്ടിയാണ് കൊതിയെങ്കിൽ ആൺകുട്ടിയുടെ വേഷമതാ നേർച്ച വെക്കുകയാണ്. പെൺകുട്ടിയാണ് കൊതിയെങ്കിൽ പെൺകുട്ടികളുടെ വസ്ത്രം നേർച്ച വെക്കുകയാണ്. സുഖപ്രസവം ആഗ്രഹിക്കുന്നവർ 1 മീറ്റർ തുണി അതാ ജാറത്തിൽ പുതപ്പിക്കുകയാണ്. ഒരു പാക്കറ്റ് ചന്ദനത്തിരി കത്തിക്കാൻ നേർച്ചയാക്കുകയാണ്. ആരാണോ പഠിപ്പിച്ചത്? ആരാണോ വഴിതെറ്റിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് സിറാത്തുൽ മുസ്തഖീം അല്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് സുഖപ്രസവത്തിനാവട്ടെ, കുട്ടി ഉണ്ടാവാനാവട്ടെ അല്ലാഹുവോട് തേടണം. അല്ലാഹയാണ് തരുന്നവൻ, വഹാബായവൻ അവനാണ്, സമീഉദ് ദുആ അവനാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ വർഷങ്ങളോളം പരീക്ഷിക്കപ്പെട്ട മഹാനാണ്. അല്ലാഹുവോട് ധാരാളം തേടിയ മഹാനാണ്. ആ മഹാനത കുടുംബക്കാരിയായ മഹദിയായ മറിയം ബീവി, ആ മറിയം ബീവിയുടെ ഉമ്മ നേർച്ചയുടെ ഭാഗമായി ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വിട്ടിരിക്കുകയാണല്ലോ. അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ആ പള്ളിയിലേക്ക് വരുമ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് ഫവജദ ഇൻദഹാ റിസ്ഖാ. മിഹ്റാബിൽ അതാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഈ മറിയം ബീവിയുടെ മുമ്പിൽ നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ പ്രകടമാകുന്നു. വരുമ്പോഴൊക്കെ അത് കാണുന്നുണ്ട്. ചോദിക്കാണ്, അന്നാലക്കി ഹാദാ, ഇത് എവിടെ നിന്നാണ് മഹദി നിങ്ങൾക്ക് കിട്ടുന്നത്? എനിക്ക് എന്റെ റബ്ബ് തരാണ്, ആ റബ്ബ് തന്ന് അനുഗ്രഹിക്കുകയാണ്. വലിയ കറാമത്ത്, ഈ ബീവിയിൽ വലിയ കറാമത്തുണ്ടായിരിക്കുന്നു. ഇത് കണ്ട മഹാനായ സക്കരിയ നബി
മറിയം ബീവിയെ നിങ്ങളാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞോ, ഗൗസുൽ ആലം എന്ന് പറഞ്ഞോ, കുതുബുൽ ആലം എന്ന് പറഞ്ഞോ? ഇല്ല ഇല്ല. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബീവിക്ക് അല്ലാഹ് കൊടുത്ത കറാമത്ത് തിരിച്ചറിഞ്ഞ് വെല്ല അങ്ങ് മാറിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. അങ്ങനെ കറാമത്ത് കൊടുത്ത് അനുഗ്രഹിച്ച റബ്ബിന് എന്റെ കുട്ടിയെ എനിക്ക് തരാൻ കഴിയുമല്ലോ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ. അവിടെ വെച്ച് മഹാനായ സക്കരിയ തന്റെ റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എന്റെ റബ്ബേ, സജ്ജനങ്ങളിൽ വെച്ച നല്ലൊരു കുട്ടിയെ എനിക്ക് തന്നനുഗ്രഹിക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോ പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സഹോദരന്മാരെ, അവരൊരിക്കലും ഒരു ജാറത്തിൽ പോയില്ല, ഒരു ഖബറും തേടി പോയില്ല, അവിടെ വസ്ത്രം നേർച്ച വെച്ചില്ല, അവിടത്തോട് പോയി സങ്കടം പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹിനോട് മാത്രം പറയാനാണ്. ഇല്ല എങ്കിൽ ശിർക്ക് സംഭവിക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ നദീം. ആ ശിർക്ക് സംഭവിച്ചാൽ അതാണ് വമ്പിച്ച പിഴവ്, വമ്പിച്ച പാപം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, അൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. കൊലപാതകത്തെക്കാൾ വലിയ തിന്മയാണ് ഫിത്ന. ഈ ഫിത്നയുടെ വ്യാഖ്യാനത്തിൽ കാണാം അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഇവിടെ ഖുർആൻ പറഞ്ഞ ഫിത്ന. സഹോദരന്മാരെ, ഈ ദുൽമ് സംഭവിച്ചപ്പോഴല്ലേ മുൻ സമുദായങ്ങളെ അല്ലാഹു പിടികൂടിയത്. അവരെ അള്ളാഹു പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നിടത്ത് പറയുന്നു, അവർ അക്രമികളായി മാറി, ശിർക്ക് ചെയ്തവരായി മാറി. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു, വേറെ സമൂഹത്തെ കൊണ്ടുവന്നു. ഈ ഉമ്മത്തിലും ഈ പിഴവ് സംഭവിച്ചാൽ അള്ളാഹു നമ്മളെ നശിപ്പിച്ചുകൊണ്ട് വേറെ സമൂഹത്തെ കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഇതല്ലേ വളരെ കൃത്യമായി നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൽ നിന്ന് പിഴപ്പിക്കാൻ എത്രയെത്ര മാർഗങ്ങളാ. ആത്മീയ മജ്ലിസുകൾ എന്ന പേരിൽ ഉസ്താദുമാര് നമ്മളെ പിഴപ്പിക്കുന്നു. അതിൽപ്പെട്ട ഒരു ആത്മീയ മജ്ലിസാണ് ബുർദ ആസ്വാദനം, ബുർദ മജ്ലിസ്. ആ ബുർദ മജ്ലിസിൽ എന്താ പറയുന്നത്? നീ നസ്വാറാക്കൾ അവരുടെ പ്രവാചകനെ ഈസാ നബിയെ മദ്ഹ് ചെയ്ത് പറഞ്ഞ കാര്യം നീ പറയേണ്ടത് നീ ഒഴിവാക്കണം. അതല്ലാത്ത എന്ത് മദ്ഹും നീ പറഞ്ഞോ. എന്താ അവര് പറഞ്ഞത്? ഈസാ ഇബ്നുല്ലാഹ്, ദൈവപുത്രനാണെന്ന് അവര് പറഞ്ഞു ഈസാ നബിയെ കുറിച്ച്. അത് മാത്രം പറയണ്ട. ബാക്കി മുഹമ്മദ് നബിനെ കുറിച്ച് ഇബ്നുല്ലാഹ് എന്ന് പറയണ്ട, ബാക്കി എന്ത് മദ്ഹും നീ പറഞ്ഞോ. ബുർദക്കാരൻ പറയുകയാണ്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ലമമി. സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയനായ നേതാവേ, മഹാനായ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുകയാണ്, എനിക്ക് നിങ്ങളെ കൂടാതെ അഭയം തേടി ചെല്ലാൻ മറ്റൊരാളുമില്ല. യാ അക്റമൽ ഖൽഖി മാലി من نلوذ به سواك عند حلول الحادث اللميم. അതുകൊണ്ട് വ്യാപകമായി പരന്നു കിടക്കുന്ന എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം എന്നെ സഹായിക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ. ഞാൻ നിങ്ങളോട് അഭയം തേടുകയാണ്. എനിക്ക് അഭയം തേടാൻ നബിയെ നിങ്ങളല്ലാതെ ആരുമില്ല. നിങ്ങൾ ഇബ്നുള്ളയാണെന്ന് ഞാൻ പറയണില്ല, ബാക്കി എല്ലാം അതും പറയാനാണ് ബുർദക്കാരൻ പറയുന്നത്. സഹോദരന്മാരെ, ഒരിക്കലും നമുക്കത് പാടില്ലല്ലോ. فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. നബിയേ, നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് ഞാനിതാ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഔദാര്യം മാത്രമാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ഈ ദുനിയാവും പരലോകവും ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ സൃഷ്ടിയായി റബ്ബ് നിശ്ചയിക്കുമ്പോ യഥാർത്ഥത്തിൽ റബ്ബല്ലേ രക്ഷപ്പെടുത്തേണ്ടത്, റബ്ബിനല്ലേ അതിന്റെ മഹത്വമുള്ളത്. അത് മുഹമ്മദ് നബിയിലേക്ക് ഈ മദ്ഹ് ഗാനത്തിലൂടെ വെക്കുകയാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഇൽമുൽ ലൗഹും ഖലമൊക്കെ
നിങ്ങളുടെ ഇൽമിൽ അല്പം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ താഴെയാക്കി മുഹമ്മദ് നബിയെ പൊക്കി വെക്കുകയാണ്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസ്വാറാ ഈസാ ഇബ്നു മറിയം. നിങ്ങൾ നസ്വാറാക്കൾ ഈസാ ഇബ്നു മറിയമിനെ കുറിച്ച് പറഞ്ഞതുപോലെ പുകഴ്ത്തി റബ്ബിലേക്ക് എന്നെ പുകഴ്ത്തല്ലേ. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് ഫഖൂലു ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അതല്ലാതെ നിങ്ങൾ എന്നെ പുകഴ്ത്തി അള്ളാഹുവിലേക്ക് അമിതമായി എന്നെ പുകഴ്ത്തി വെക്കല്ലേ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പിഴവ് നമുക്ക് സംഭവിച്ചുകൂടാ. ഇതാണ് മാലകളിലും മൗലിദുകളിലും ഒക്കെയായി നമ്മുടെ സമൂഹം മുത്തുനബിയെ കുറിച്ചും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചും റിഫായി ശൈഖിനെ കുറിച്ചും ബദ്രീങ്ങളെ കുറിച്ചും മുനമ്പത്ത് ബീവിയെ കുറിച്ചും മമ്പറും തങ്ങളെ കുറിച്ചും ഇങ്ങനെ മഹത്തുക്കളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്ഹ് എന്ന പേരിൽ സംഭവിക്കുന്നത് ഈ അബദ്ധമാണ്. അങ്ങേയറ്റത്തെ വണക്കം, അങ്ങേയറ്റത്തെ പ്രാർത്ഥന, ആ രീതിയിലെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. ആരാണോ വഴിതെറ്റിക്കുന്നത് അവരെ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കുക. ഈ കേട്ട കാര്യം സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുക സഹോദരന്മാരെ. എന്നിട്ട് തീരുമാനമെടുക്കുക. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. ആ മരണത്തിന് മുമ്പായി മുവഹിദുകളാവണേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും തൗഹീദിന്റെ അനുയായികൾ സുന്നത്ത് കൂടി പിൻപറ്റണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് പാടില്ല. സ്വലാത്തായാലും ദിക്റുകളായാലും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഇബാദത്തുകളായാലും അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റാൻ നമുക്ക് കഴിയണം. അതാണ് സുന്നത്ത്. നിങ്ങൾ നോക്ക്, ഈ മാസം റജബ് മാസമാണ്, അവസാനിച്ചു കൊണ്ടിരിക്കുക. ഈ മാസത്തിൽ എത്ര ബിദ്അത്തുകളാണ്. ഓരോ മാസത്തിലും പല ബിദ്അത്തുകളും സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മാസവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങൾ നിശ്ചയിക്കുമ്പോൾ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാണെന്ന് പറഞ്ഞതിൽ റജബ് മാസമുണ്ട്, സംശയമില്ല. അതുകൊണ്ട് പവിത്രമായ മാസത്തിൽ ദുൽമുകൾ ചെയ്യാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ കാക്കണം. മറ്റു മാസങ്ങളിൽ ദുൽമു ചെയ്യുന്നത് പോലെയല്ല, തിന്മകൾ ചെയ്യുന്നത് പോലെയല്ല. ഒന്നുകൂടി ഗൗരവമാണ്. അള്ളാന്റെ അടുക്കൽ വലിയ പാപമായി റബ്ബ് രേഖപ്പെടുത്തും. വലിയ ശിക്ഷയാണ് പവിത്രമായ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇതിനില്ലാത്ത കുറെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഇല്ലാത്ത പല അമലുകളും സമൂഹത്തിൽ ബിദ്അത്തുകളായി പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ലഈഫായ മൗദൂആയ പല ഹദീസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കി ദുർബലമായ ഹദീസുകൾ അതേ തെളിവാക്കിക്കൊണ്ട് പലതും ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് സ്വർഗത്തിൽ റജബ് എന്ന ഒരു നദിയുണ്ട് എന്നും പാലിനേക്കാൾ വെളുത്ത പാനീയമാണ് അതിലുള്ളത്, തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണ് അതിലുള്ളത്. ആരാണോ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയുന്നത് അവർക്ക് അതിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. മൗദൂആയ ഹദീസാണ്, സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഈ കഥ പറഞ്ഞുകൊണ്ട് ആളുകളെ റജബിൽ നിന്ന് നോമ്പ് നോൽപ്പിക്കുകയാണ്. ഇങ്ങനൊരു നദി സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിപ്പിക്കുകയാണ്. പച്ചക്കള്ളം. സ്വർഗത്തിലുള്ള നദി ഏതാണ്? 4 നദികളുണ്ട് സഹോദരന്മാരെ. പിന്നെ ഹൗദുൽ കൗസർ ഉണ്ട്. ആ ഹൗദുൽ കൗസറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും. അതൊരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്തിന്റെ അനുയായികൾക്ക് അത് ലഭിക്കൂ, ബിദ്അത്തുകാർക്ക് അത് ലഭിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൂടി കോരിക്കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹ് അവരെ തടഞ്ഞു വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ, വുദൂ ചെയ്ത അടയാളം കാണും. ഉർറൻ മുഅജ്ജലീന മിൻ ആഥാരി സുജൂദ് ചെയ്തിട്ടുണ്ടാകും. വുദൂവിന്റെ അവയവങ്ങൾ തിളങ്ങുന്നുണ്ടാകും. അപ്പൊ എന്റെ ഉമ്മത്താണെന്ന് ഉറപ്പാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെങ്ങനെ അനുവദിക്കാൻ വേണ്ടി നബി അള്ളാഹുവോട് പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിസ്കാരം നോമ്പും ദിക്റൊക്കെ ഉണ്ടൊക്കെ ശരിയാ, പക്ഷെ ബിദ്അത്തുകൾ ചെയ്തിരിക്കുന്നു. ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, ഓ നബിയെ താങ്കൾക്ക് ശേഷം നിങ്ങളുടെ വഫാത്തിന് ശേഷം അവരെന്താണ് ദീനിൽ കാട്ടിക്കൂട്ടിയത്, മാറ്റം വരുത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ
നബിയേ, നിങ്ങൾക്ക് മൗലിദ് ആഘോഷമുണ്ടായിരുന്നില്ല, ഓർക്കതുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുത്തുബിയത്ത് ഉണ്ടായിരുന്നില്ല, ഒരു കുത്തുബിയത്ത് കഴിച്ചവരാണ്. ഹദ്ദാദ്, റാത്തീബ്, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. ജാറത്തിൽ പോയി അവരോട് തേടിയിരുന്നു. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ആ ബിദ്അത്തുകളെ അവിടെ പ്രകടിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വെറുപ്പാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസുഹ്കൻ സുഹ്കാ ലിമൻ ഗയ്യറ ബഅദീ, എന്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ചവരെ, ബിദ്അത്തുകൾ ചെയ്തവരെ, നിങ്ങൾ ബഹുദൂരം പോ, നിങ്ങൾക്ക് ഇതില്ല. ആട്ടിവിടും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ റജബ് മാസത്തിൽ പ്രിയപ്പെട്ടവരെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റജബിലെ വേഴവും വെള്ളിയും ശനിയും ആരാണോ നോമ്പ് നോൽക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുമെന്ന ദഈഫായ ഹദീസ്. അതുപോലെ തന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ നോമ്പ് നോറ്റാൽ അതിന് ഇത്ര പുണ്യം, അതുപോലെ തന്നെ അതിൽ ഇത്ര ദിവസം നോമ്പ് നോറ്റാൽ ഇത്ര പുണ്യം, അതിൽ 7 എണ്ണം നോറ്റാൽ 7 നരകത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് കൊട്ടിയടക്കപ്പെടും, 8 എണ്ണം നോറ്റാൽ 8 സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും, 10 എണ്ണം നോറ്റാൽ അയാൾക്ക് 10 തിന്മകളെ മായ്ച്ച് 10 നന്മകളാക്കി മാറ്റും. ഒക്കെ ലൈഫായ ഹദീസുകളാണ്. ഇത് വെച്ചിട്ട് ആളുകളെ ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ടോ ഈ റജബ് മാസം വരുമ്പോ പലരും പ്രത്യേക ദുആ ചൊല്ലുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് കൂട്ടുപ്രാർത്ഥന നടത്തുന്ന കൂട്ടത്തിൽ ഈ റജബ് മാസത്തിൽ നമ്മൾ കേൾക്കുന്ന പുതിയൊരു ബിദ്അത്താണെന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാന വ ബല്ലിഗ്നാ റമളാന. അല്ലാഹുവേ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന റജബിലും വരാനിരിക്കുന്ന ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. അതിനുശേഷം വരാനിരിക്കുന്ന റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം. നല്ല ആശയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റജബ് മാസം വന്നാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന, ശഅബാൻ വന്നാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ചെല്ലുമ്പോൾ ബിദ്അത്തായി മാറുകയാണ്. സമൂഹത്തിനുണ്ടോ ഇതറിയുന്നു? അതുപോലെ തന്നെ റജബിൽ പ്രത്യേക ഉംറ, റജബിന്റെ ആദ്യ വെള്ളിയിൽ റഗായിബ് നിസ്കാരം 1000 റക്അത്ത് നിസ്കരിക്കാൻ പറയുന്നു. അല്ലാഹു അഅലം. പ്രിയപ്പെട്ടവരെ, എവിടെന്നാ ഇതിന് രേഖയുള്ളത്? റജബിലെ ആദ്യ തിങ്കൾ, റജബിലെ 2-ാം തിങ്കൾ, റജബിലെ 3-ാം തിങ്കൾ, റജബിലെ 4-ാം തിങ്കൾ, അതിന്റെ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റായ രീതിയിലേക്ക് വിശ്വാസങ്ങളും അമലുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്താണ്. ആ ബിദ്അത്തുകളൊക്കെ വഴികേടാണ്. ആ വഴികേടുകളൊക്കെ നരകത്തിലേക്കാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഈ ബിദ്അത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. തൗഹീദ് പുൽകണം, ശിർക്ക് ഒഴിവാക്കണം. അതുപോലെ തന്നെ സുന്നത്തിലേക്ക് നമ്മൾ വരണം, ബിദ്അത്തുകളെ വെടിയണം. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. മരണമെന്ന് പറയുന്ന അതിഥി, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥിയാണ്. നിങ്ങൾക്കറിയില്ലേ, 41ാമത്തെ വയസ്സ് യുവാവാണ്. 40 വയസ്സ് എന്ന് പറയുന്നത് നല്ല യുവത്വമാണ്. 41 വയസ്സായ ഒരു യുവ ഡോക്ടർ 16,000-ഓളം കാർഡിയോളജി വിഭാഗത്തിലെ 16,000-ഓളം ഹാർട്ട് ബ്ലോക്ക് വന്ന രോഗികളെ സർജറി നടത്തിയിട്ട് രക്ഷപ്പെടുത്തിയ, ആ രോഗികളെ രക്ഷപ്പെടുത്തി ജീവിക്കാൻ അവസരം കൊടുത്ത നല്ല ഒരു ഡോക്ടർ ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ നമ്മുടെ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരിൽ ഒരു സുഹൃത്ത് പറയുകയാണ്, മൗലവി, ഇന്നിവിടെ ഒരു കല്യാണം നടന്നു. ആ മംഗല്യത്തിൽ വളരെ കളിച്ച് ചിരിച്ച് അതേ മണവാളനായിക്കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് അവന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് അവന്റെ കൂടെ ഇങ്ങനെ അവൻ ആനയിച്ചു കൊണ്ടിരിക്കെ വധുവിന്റെ വീട്ടിലേക്ക് എത്തി. കസേരയിൽ ഇരുന്നിട്ടില്ല, മറിഞ്ഞു വീണു. ഒരു ദിവസം പോലും ആഘോഷിക്കാൻ ആ സഹോദരന് സാധിച്ചിട്ടില്ല. മരണം എപ്പോഴാണ് വരിക എന്ന് നമുക്കാർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പിന്നീടാവാന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങാം, നന്നാവുക. എന്നിട്ട് ഒരു ദിവസം അല്ലാഹ് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാം, വഹീദായിട്ട്, തബിയ സുന്നയായിട്ട്.
നന്മകൾ നിറച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ മുത്തഖീങ്ങളായാൽ നാളെ പരലോകത്ത് മുത്തഖീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു കൂട്ടം കൂട്ടമായി ആനയിക്കുന്നതാണ്. അവർക്ക് നല്ല മടക്കമാണ് നാളെ പരലോകത്തേക്ക്. ജന്നാത്തി അദിനിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെല്ലാം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട അവസ്ഥയായിരിക്കും. അല്ലാഹു അവരെ ആനയിച്ചു കൊണ്ടുപോകും. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖി ദാലിക മാ കുൻത മിൻഹു തഹീദ്. എല്ലാവർക്കും സക്രത്തുൽ മൗത്ത് വരും, മരണം ആസ്വദിക്കും. ആ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നമ്മുടെ റൂഹിനെ പിടിക്കും. മൗത്ത്, അജല്, ആഖിറത്ത്, വഫാത്ത് ഇങ്ങനെയുള്ള പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ മരണത്തെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നില്ലേ? ആ മരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ സമയമായാൽ റബ്ബ് നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് മരിപ്പിക്കുക എന്നത് നിങ്ങളിലേക്ക് വരുന്നതാണ്. അത് റബ്ബ് തീരുമാനിച്ചതാണ്. വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. കാഹളത്തിൽ ഊതപ്പെടും. അതല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, സംഭവിക്കും. ആദ്യത്തെ ഊത്ത് സംഭവിച്ചാൽ ലോകം അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു ഊത്തുണ്ടായി കഴിഞ്ഞാൽ ഇസ്രാഫീൽ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ കാഹളവുമായി. റബ്ബിന്റെ ഓർഡർ കിട്ടിയാൽ അത് സംഭവിക്കുകയല്ലേ. വീണ്ടും ഒരു ഊത്തുണ്ടായാൽ അതാ എല്ലാവരും ഖിയാമം കാണുകയാണ്, മഹ്ശറിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആൻ ആ രംഗം പറയുന്നു. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. അന്ന് ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് സായിഖുമുണ്ടാകും, ഷഹീദുമുണ്ടാകും. സായിഖ്, ഇതാ മഹ്ശർ ഇവിടെയാണ്, റബ്ബ് വിളിക്കുന്ന സമ്മേളനം ഇവിടെ നടക്കണം, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ വശഹീദ്, നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഏടുമായി നീ ചെയ്തതൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന മലക്ക്. ഇതൊരാൾക്ക് രക്ഷപ്പെടൂല. അവിടെ ഖാദിയാരില്ല, മൗല്യാരില്ല, മൗലവിയില്ല, ആരുമില്ല. കമ്മിറ്റിക്കാരോ നേതാക്കന്മാരോ ആരുമില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും ഖബറിൽ നിന്ന് പോവേണ്ടി വരിക. നമ്മൾ ഒറ്റക്കാണ് മരിക്കുന്നത്, നമ്മൾ ഒറ്റക്കാണ് ബർസഖിലുള്ളത്, നമ്മൾ ഒറ്റക്കാണ് മഹ്ശറിലേക്ക്. ഈ രീതിയിൽ അല്ലാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. നാട്ടിൽ ഇങ്ങനെ ശബ്ദമൊക്കെ വെച്ചിട്ട് അല്ലാഹുവിന്റെ തൗഹീദൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കുറിച്ച് പറഞ്ഞപ്പോ, നന്മകളെ കുറിച്ച് പറഞ്ഞപ്പോ അത് കേൾക്കൂലെന്ന് തീരുമാനിച്ച ചില ആൾക്കാരുണ്ട്. കാണൂല, അറിയില്ല എന്ന് തീരുമാനിച്ചവരുണ്ട്. വിശുദ്ധ ഖുർആൻ പരിഭാഷകൾ ഉണ്ടായിട്ടും, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രഭാഷണങ്ങളുടെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും, കാണേണ്ടത് കാണാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാത്ത മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരോട് അല്ലാഹു പറയുകയാണ്, മലക്കുകൾ മുഖേന പറയുകയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഈ ദിവസത്തെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു കേട്ടോ. ഇങ്ങനൊരു ദിവസം വരാണ്ടെന്നൊക്കെ പറഞ്ഞ നീന്നു, അന്ന് നീ അശ്രദ്ധയിലായിരുന്നു ദുനിയാവിൽ. പിന്നെ അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ദുനിയാവിൽ അതൊക്കെ പറഞ്ഞപ്പോ നിന്റെ കണ്ണിനൊരു തരം പാളി, ഒരു തരം അന്ധത, കാഴ്ച ശക്തി കുറവായിരുന്നു നിനക്ക്. അല്ലാഹ് പരിഹസിക്കാൻ. എന്നാൽ ഈ പരലോകത്ത് മഹ്ശറിലേക്ക് നീ വരുമ്പോ നിന്റെ കണ്ണിലെ ആ മൂടികളെ നാം ഇതാ എടുത്തു നീക്കിയിരിക്കുന്നു. നിന്റെ കാഴ്ചക്കൊരു പ്രസവമില്ല, നീ മഹ്ശർ കാണുന്നില്ലേ? റബ്ബ് വിളിക്കുന്ന രംഗം നീ അറിയുന്നില്ലേ? സത്യമായി പുലർന്നില്ലേ? വബസറുകൽ യൗമ ഹദീദ്. നിന്റെ കാഴ്ചക്ക് ഇരുമ്പിന്റെ മൂർച്ചയാണ്, ഒന്നും കാണാതിരിക്കുന്നില്ല. അല്ലാഹ് പരിഹസിക്കാണ് കൂട്ടരെ. അതുകൊണ്ട് പറയേണ്ടത് പറയുമ്പോൾ, കേൾക്കേണ്ടത് കേൾക്കുകയും, പഠിക്കേണ്ടത് പഠിക്കുകയും, കാണേണ്ടത് കാണുകയും, ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒറ്റക്കുള്ള മഹ്ശറിലേക്കുള്ള പോക്കിൽ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ ഇടങ്ങറായത് അവൻ അറിയും. ബർസഖിൽ ഇടങ്ങറായത് അവന്റെ ഉള്ളിലുണ്ട്. മഹ്ശറിലേക്കുള്ള ഇടങ്ങർ അവനക്ക് തുടങ്ങുകയാണ്.
ആ സന്ദർഭത്തിൽ ഫസഉൽ അക്ബർ സംഭവിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ആ ഫസഉൽ അക്ബറിനെ കുറിച്ച് ഒരു ഭയപ്പാടും വേണ്ട. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു വതതലഖാഹുൽ മലായിക ഹദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ. അല്ലാഹ് പറഞ്ഞ മഹ്ശർ സംഭവിക്കാണ്, ലോകം അവസാനിക്കാൻ ഖിയാമം വരികയാണ്. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനമുണ്ട്. വതതലഖാഹുൽ മലായിക, മുഅ്മിനീങ്ങളുടെ മേൽക്ക് അതാ ഒരു ഭാഗം മലക്കുകൾ ഇങ്ങനെ അഭിമുഖീകരിക്കാം. അതാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ. അല്ലാഹ് വാഗ്ദാനം പറഞ്ഞില്ലേ, സംഭവിക്കുമെന്ന് പറഞ്ഞില്ലേ, അതോടെ സംഭവിക്കുകയാണ്. നിങ്ങൾ ബേജാറാവണ്ട. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, അന്നൊരു ബേജാറുമില്ല എന്നാ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.